വചനത്തിൽ പറയുന്നത് പോലെ നിങ്ങൾ അതേപോലെ തന്നെ പറയുക. അത് നമ്മുടെ ഉള്ളിൽ നട്ടണം. നട്ട വചനമാണ്. അത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുക തന്നെ ചെയ്യും. എല്ലാവരും എൻ്റെ കൂടെ പ്രഖ്യാപനങ്ങളെ പറഞ്ഞാട്ടെ. കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഇന്ന് സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കാം. എന്റെ കൂടെ ഇന്ന് പറഞ്ഞാട്ടെ. കാൽവരി ക്രൂശിൽ കർത്താവ് എന്റെ പാപത്തെയും എന്റെ ശാപത്തെയും തന്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എന്റെ രോഗത്തെയും എന്റെ ദാരിദ്ര്യത്തെയും കർത്താവ് തന്റെ ശരീരത്തിൽ ക്രൂശിൽ വഹിച്ചതിനാൽ ഞാൻ ഇനി രോഗിയല്ല, ദിവ്യാരോഗ്യത്തോടെ ദീർഘായുസോടെ ഇരുന്ന് കർത്താവിന്റെ സമൃദ്ധിയെ അനുഭവിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ഏറ്റുപറഞ്ഞവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാം. വലിയ പ്രവൃത്തികളാൽ കർത്താവ് നമ്മളെ നിറയ്ക്കുന്നല്ലോ. വൻ കാര്യങ്ങളെ കർത്താവ് നമുക്ക് കർത്താവ് വലിയ കാര്യങ്ങളെ നമ്മുടെ നടുവിൽ ചെയ്യുമല്ലോ. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. ഓരോ ദിവസവും കർത്താവ് നമ്മളെ പരിപാലിക്കുകയും വൻ കാര്യങ്ങളെ കർത്താവ് നമ്മുടെ നടുവിൽ ചെയ്തെടുക്കുന്നത് കേൾക്കുവാനും കാണുവാനും ഒക്കെയും ദൈവം നമ്മളെ ഇടയാക്കി. ഇന്ന് വലിയൊരു സന്തോഷം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സൂം പ്ലാറ്റ്ഫോം നമ്മൾ 1000 പേർക്ക് വേണ്ടിയുള്ള രീതിയിലേക്ക് മാറ്റുവാൻ കർത്താവ് ഇന്ന് ഇടയാക്കി. അതായത് ഇന്നലെ വരെ നമ്മൾ 500 പേരെയാണ് 500 പേർക്ക് കയറാവുന്ന രീതിയിലാണ്. അപ്പോൾ ഒത്തിരി ആൾക്കാർക്ക് മിസ്സായി. പലരും ഒരു 400 കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒത്തിരി ആൾക്കാർക്ക് മെമ്മറി ഫുള്ളെന്ന് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഫുള്ളെന്ന് എഴുതി കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കുറേ ആൾക്കാർ മിസ്സായി. അപ്പോൾ ഞാൻ കുറച്ച് ഒരു മാസത്തോളം ആൾക്കാരോട് പറഞ്ഞു വെയിറ്റ് ചെയ്യുക, നമുക്ക് അതിൻ്റെ ക്രമീകരണം ചെയ്യാം എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു ഇനി ആൾക്കാർ അറിഞ്ഞും കേട്ടും വരുന്നുള്ളൂ. എങ്കിലും നമുക്ക് കൃപയാൽ ദൈവം ഒരു അവസരം തുറന്നു. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ബെന്നി ബ്രദർ ലിം സിസ്റ്ററും ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം അവരോട് പറഞ്ഞു കർത്താവിൻ്റെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി അവർ വിതച്ചതായിട്ടൊരു തുക എനിക്ക് തന്നിരുന്നു. അപ്പം അതോട് സംസാരിച്ചപ്പോൾ കർത്താവിൻ്റെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിതച്ചത് കൃപയാൽ ഇന്ന് നമുക്ക് ആ ഒരു 2 മാസത്തേക്ക് തന്നെ എന്നോട് പറയാറുണ്ട്. നമ്മൾ ഈ പ്ലാറ്റ്ഫോം ദൈവത്തിൻ്റെ കൃപയാലാണ് ഇത് മൂവ് ചെയ്യുന്നത്. നമ്മളിത് ആരംഭിച്ചത് ഗൂഗിൾ മീറ്റിൽ 2 or 3 പേരിൽ ആദ്യ സമയങ്ങളിൽ ആരംഭിച്ച ഒരു 5-6 വർഷം മുമ്പ് ആരംഭിച്ച ഒരു കൂട്ടായ്മയാണിത്. പക്ഷെ ദൈവം അതിനെ വളർത്തി. സൂമിലായിക്കോട്ടെ, യൂട്യൂബിലായിക്കോട്ടെ, ഫേസ്ബുക്കിലായിക്കോട്ടെ ഒരേ സമയം കർത്താവിൻ്റെ കൃപയാൽ നമുക്ക് ഒരുമിച്ച് ഇന്ന് കൂട്ടായ്മ ആചരിക്കുവാൻ ദൈവം ഇടയാക്കി. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ നിങ്ങളുടെ വീണ്ടും എപ്പോഴും പറയും, നമ്മൾ കർത്താവിൻ്റെ നാമത്തിൽ വിതയ്ക്കുന്ന കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പോൾ എന്നോട് ഇങ്ങനെ പറയാൻ ഇടയാത്ത് തോന്നുന്നു, അത് കർത്താവിൻ്റെ നാമത്തിൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിതച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്ത് ഈ വരുന്ന 2 മാസത്തേക്കുള്ള ആ കാര്യങ്ങളെ ഞാൻ പറഞ്ഞല്ലോ, കർത്താവ് നമ്മൾ ഏറ്റവും സമൃദ്ധമായിട്ട് നമ്മൾ ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ വിശ്വസിക്കുന്നതുകൊണ്ട് അതൊരു അനുഗ്രഹമായി തീരുന്നത്. എനിക്ക് തോന്നുന്നത് ഒരു മാസത്തേക്ക് നമുക്കിപ്പോൾ 1000 പേരുടെ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ വിത്ത് ടാക്സ് എല്ലാം കൂട്ടി പൗണ്ടിൽ ഏകദേശം 100 പൗണ്ട് ഇന്ത്യൻ റുപ്പീസ് നമുക്കൊരു 10,000 രൂപയാണ് സൂം മൂവ് ചെയ്യുന്നത്. ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ച് പറയണം, ഇത് നിങ്ങൾ ഫിനാൻസ് പറയാതെ ചിന്തിക്കരുത്. അപ്പോൾ 2 മാസത്തേക്കുള്ളത് അവരെന്ത് ചെയ്തു, കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ തന്നു. അതിപ്പം നമുക്കിത് ഉപയോഗിക്കാൻ പറ്റി 2 മാസത്തേക്കുള്ള. അത് മുന്നോട്ടും അത് ഞാൻ പറഞ്ഞില്ല, അത് കർത്താവിൻ്റെ നാമത്തിൽ വിതയ്ക്കുവാൻ ഞാൻ മുന്നോട്ട് ആഗ്രഹിക്കുന്നു. അങ്ങനെ ഹൃദയത്തിൽ ആർക്കെങ്കിലും അങ്ങനെ തോന്നിപ്പിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ ഹൃദയത്തിൽ തോന്നുമെങ്കിൽ മാത്രം നിങ്ങൾക്ക് എന്നോട് ബന്ധപ്പെടാം. നിങ്ങൾക്ക് അതിൻ്റെ നമ്മുടെ ഡീറ്റെയിൽസുകൾ അയച്ചു തരുന്നതായിരിക്കും. ഹൃദയത്തിൽ നിങ്ങൾക്ക് തോന്നുവാണ് കർത്താവിൻ്റെ വേലയിൽ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അപ്പോൾ ആ കുടുംബം സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് കൃപയാൽ 2 മാസത്തേക്കുള്ളതായി. അതിനുശേഷവും ഞാൻ പറയും, എനിക്കത് വളരെ ആഗ്രഹമാണ് കർത്താവിൻ്റെ വേലയിൽ വിതയ്ക്കുവാൻ. അതുകൊണ്ട് അത് ചെയ്യുവാൻ ഞാൻ ഏറ്റവും കുതിക്കുന്നുണ്ട്. അപ്പോൾ അവരങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ ആ തുക ഇതിലേക്ക് എന്ത് ചെയ്തു, നമ്മുടെ സൂം പ്രയറിലേക്ക് തന്നെ മാറ്റുന്നു. ഇടയത്തോ എനിക്ക് വലിയ സന്തോഷമായിരുന്നു. കാര്യം ഇന്ന് നമ്മളത് 1000 പേർക്കുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് ദൈവം മാറ്റിയത് കേട്ടോ. കർത്താവ് ഇനിയും ആളുകളെ കൂട്ടി വരുത്തുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇനിയും ആളുകളിലേക്ക് കർത്താവ് ഈ സുവിശേഷത്തെ കൊണ്ടുപോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ഈ വിധയെപ്പറ്റി പലപ്പോഴും പറയാറില്ല. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഇതിലേക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കർത്താവിൻ്റെ വേലയെപ്പറ്റി അത് നേരത്തെ മൂലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അന്നും ഞാൻ പറഞ്ഞ കാര്യമുണ്ട്. നിങ്ങളായിരിക്കുന്ന സഭകളിൽ, നിങ്ങളായിരിക്കുന്ന കൂട്ടായ്മയിൽ നിങ്ങൾ ദശാംശങ്ങൾ കൊടുക്കണം. നിങ്ങൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിതയ്ക്കണം. നിങ്ങളായിരിക്കുന്ന സഭകളിൽ, നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ എന്ത് ചെയ്യണം, വിതയ്ക്കണം. ഈ ഒരു കൂട്ടായ്മയിൽ നിങ്ങൾ കൂടുമ്പോൾ നിങ്ങൾ ഹൃദയത്തിൽ ഒരു നിയോഗം വരികയാണ്, അല്ലെങ്കിൽ തോന്നലുണ്ടാകുകയാണ്, കർത്താവിൻ്റെ സുവിശേഷ വേല കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ കൊടുക്കുക. നാളെ പറയരുത് ബ്രദറിന് കൊടുത്തുവെന്നും അവർക്ക് കൊടുത്തെന്നും ട്രൂലൈറ്റിന് കൊടുത്തെന്നും അങ്ങനെ പറഞ്ഞ് നിങ്ങൾ ഒരിക്കലും കൊടുക്കരുത്. ഓക്കെ, അത് പൗണ്ടിലാണ് കേട്ടോ, ഡോളറിലല്ല, പൗണ്ടിലാണ്. 100 പൗണ്ട് എന്ന് ഞാൻ പറഞ്ഞത് വിത്ത് ടാക്സ് എല്ലാം കൂട്ടി, ഡോളറിലല്ല.
പൗണ്ടിലാണ്. ഇന്ത്യൻ റുപ്പീസ് വരുമ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നത് 10,000 രൂപ അടുത്ത് വരും. എങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ഒരു കാലഘട്ടത്തിൽ നമ്മൾ കണക്ക് നോക്കിയാണ് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ഇന്ന് കണക്ക് നോക്കാതെ ഓരോ മാസവും ഈ ഒരു പ്ലാറ്റ്ഫോം മുന്നോട്ട് പോകുവാൻ, സൂം എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം എനിക്ക് വലിയ സന്തോഷം. കാര്യം ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഞെരുങ്ങി, അന്നും വിളിച്ചു പറഞ്ഞു ഉയർച്ച തന്നെ പ്രാപിക്കും. അന്നൊരു സൂമിൻ്റെ 100 പേരുടെ പോലും നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലായിരുന്നു. പക്ഷെ വിളിച്ചു പറഞ്ഞു ഉയർച്ച പ്രാപിക്കും, വാരി വിതറി കൊടുക്കും, വായ്പ വാങ്ങത്തില്ല, നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലമൊക്കെയും പിന്തുടരും. ഇന്ന് കർത്താവ് അനുഗ്രഹമാക്കി മാറ്റി. നമുക്ക് ഒരുമിച്ച് ആ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ബിന്നി ബ്രദറും അവർ കൂടെ ഈ പ്രാർത്ഥനയെ പങ്കുചേരുന്നുണ്ടെന്നാണ് എനിക്ക് അറിയത്തില്ല, വിശ്വസിക്കുന്നത്. ഡിം സിസ്റ്ററും ഉണ്ട്. നമുക്ക് അവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാം. അവർ സൂമിനായിട്ട് വിതച്ചതല്ല, അവർ നമ്മുടെ കോട്ടയം നടന്ന പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിതച്ചതായിരുന്നു. അപ്പോൾ അത് എന്ത് ചെയ്തു, പക്ഷെ ഇപ്പോഴാണ് ഇത് ഉപകാരപ്പെട്ടത്. നമുക്ക് ഈ ഒരു സമയത്ത് ആ ഒരു മീറ്റിംഗ് നമുക്ക് അവരെ അനുഗ്രഹിച്ച് കർത്താവ് അവരുടെ വരുമാന മാർഗ്ഗങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, അവരുടെ ജോലി മേഖലകൾ അനുഗ്രഹിക്കപ്പെടട്ടെ, അവരായിരിക്കുന്ന UK ദേശത്ത് വലിയ വർധനവിലേക്ക് അവരെ കൊണ്ടുപോകട്ടെ. അവരുടെ വിത ഇന്ന് അനേകർ സുവിശേഷം കേൾക്കുമ്പോൾ ആ പ്രാർത്ഥനയും അവർ കേൾക്കുന്ന വചനവും ആ കുടുംബത്തിനൊരു അനുഗ്രഹമാകട്ടെ. കർത്താവ് ചെയ്യുന്ന ഓരോ അത്ഭുതത്തിനും അവരും കൂട്ടവകാശികളായി തീരട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. അപ്പോൾ നിങ്ങൾ വിതയ്ക്കുക. ഞാൻ വീണ്ടും പറയുന്നു, പിരിവല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കല്ല്. കർത്താവിൻ്റെ വേലയിൽ വിതയ്ക്കുകയാണ്. അതിന് കണക്ക് നോക്കരുത്, കണക്ക് പറയരുത്. ഇന്ന ബ്രദറിന് കൊടുത്തെന്ന് ഒരിക്കലും പറയരുത്. വിതയ്ക്കുന്നവൻ കൊയ്യുമെന്ന് യേശു പറഞ്ഞു. ആ വിധവയുടെ 2 ആണയെപ്പറ്റി കർത്താവ് പറയുന്നത് പോലെ തന്നെ കർത്താവ് അവളെ അഡ്രസ്സ് ചെയ്തു. കർത്താവ് പറയുകയാണ്, ഇങ്ങനെ ചിന്തിച്ചാൽ ഞാൻ പലപ്പോഴും ചെയ്തു, കർത്താവ് ആ 2 അണ കൊണ്ട് അവൾക്കൊരു ചായ കുടിക്കാൻ മേലെ. കർത്താവിന് എന്തു, ആ വിധവയായ സ്ത്രീ, ആ സഹോദരിക്ക്, ആ പ്രായമുള്ള അമ്മച്ചിക്ക് എന്ത് ചെയ്യാം? കർത്താവിന് പറയുമ്പോൾ അവൾ ആ സഹോദരി അല്ലെങ്കിൽ ആ അമ്മച്ചിക്ക് ചായ കുടിച്ച് പോരാന്ന് യേശു പറയാതെ അതിനെ പ്രോത്സാഹിപ്പിച്ചതിൻ്റെ കാരണം അവൾക്ക് ആ ഒരു മകൾക്ക് അതിൻ്റെ ഒരു അനുഗ്രഹത്തെ കർത്താവ് കൊടുക്കും. അതുകൊണ്ട് കർത്താവിൻ്റെ വേലയിൽ വിതച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പം ഇനി വരും ദിവസം നിങ്ങൾ ലിങ്കുകൾ അയയ്ക്കുക. ഇനി ആരെങ്കിലും മെമ്മറി ഫുള്ളാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പറയണം, ഇല്ല, അങ്ങനെ ഫുള്ളായി ലെഫ്റ്റായി പോയവരുണ്ട്, അവരോടൊക്കെ പറയണം കർത്താവിൻ്റെ കൃപയാൽ വരാം. ദൈവമാണ് കൂട്ടി വരുത്തുന്നത്, നമ്മളത് ഓപ്പൺ ചെയ്തിട്ടിരിക്കുകയാണ്. കർത്താവ് കൂട്ടി വരുത്തട്ടെ. ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സീറോയിൽ നിന്ന് ദൈവം തുടങ്ങിയതാണ്. ദൈവം മുന്നോട്ട് നടത്തുന്നു, ഇനിയും മുന്നോട്ട് കർത്താവ് നടത്തും. കർത്താവിൻ്റെതാണ് സുവിശേഷ വേല, മനുഷ്യൻ്റെയോ നമ്മുടെ ആരുടെയോ അല്ല. ഈ മിനിസ്ട്രിക്ക് ഒരു പേരുണ്ടെന്നേ ഉള്ളൂ, പക്ഷേ ദൈവമാണ് ഇതിൻ്റെ ഉടമസ്ഥൻ. നമുക്ക് പ്രാർത്ഥിക്കാം. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും, വലിയ പ്രവൃത്തികളെ പരിശുദ്ധാത്മാവ് ചെയ്യുന്നു. വലിയ രോഗസൗഖ്യങ്ങളും പ്രവചന ആലോചനയുടെ ദൈവശക്തികളും ഒക്കെ നമ്മൾ ഈ ദിവസങ്ങളിൽ ഇന്നലെയൊക്കെ കേട്ടു. ഒത്തിരി വലിയ സാക്ഷ്യങ്ങൾ, ഡോക്ടർ, മെഡിസിൻ, നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടതുപോലെ തന്നെ ഡോക്ടർമാർ മരുന്നില്ല എന്ന് പറഞ്ഞ പലതിലും തേയ്മാനമായി പോയ പല അസ്ഥികളെയും കർത്താവ് സൗഖ്യമാക്കി. വലിയ രോഗസൗഖ്യത്തിൻ്റെ സാക്ഷ്യങ്ങൾ ഇന്നലെ കേൾക്കുവാൻ ഇടയായി തീർന്നു. ഇന്നും കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യും. തുടക്കത്തിലെ ദൈവാത്മാവ് പറഞ്ഞ് ചില സമയങ്ങളിൽ ശരീരത്തിൻ്റെ അകത്തൊരു തളർച്ച അനുഭവപ്പെടുന്ന, തല കറങ്ങുന്നത് പോലെ, തല എക്സാക്ട്ലി കറങ്ങുന്ന പോലെയല്ല, എന്നാൽ ഭയങ്കര ക്ഷീണം, കണ്ണങ്ങ് അടഞ്ഞു പോകുന്ന ചില ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. പക്ഷേ കുഴപ്പമൊന്നുമില്ല, ചെക്കപ്പിൽ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ശരീരത്തിലേക്ക് ഒരു വെയിറ്റ് ലോസ് ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. എന്നാൽ അവർക്ക് വേണ്ടി ഞാൻ ഇന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി തുടക്കത്തിലേ പറയുകയാണ്. കൈയൊന്നെടുത്ത് ശരീരത്തിലോട്ട് വെച്ച് അങ്ങനെ അനുഭവിക്കുന്നവർ ഇനി അത് വേണ്ട. യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്ന ഇനി ഒരു ക്ഷീണത്തിനോ ഇനി ഒരു ബുദ്ധിമുട്ടിനോ നിങ്ങളുടെ മേൽ അവകാശമില്ല. ഇപ്പോൾ തന്നെ പുറത്താക്കുന്നു, ഇപ്പോൾ തന്നെ പുറത്താക്കുന്നു. കർത്താവിൻ്റെ നാമത്തിൽ അത്ഭുതത്തിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ അത്ഭുതകരമായി തന്നെ പരിശുദ്ധാത്മാവെ എന്ന് അങ്ങ് പ്രവർത്തിക്കുന്നതിന് നന്ദി പറയുന്നു. അത്ഭുതകരമായ ദൈവത്തിൻ്റെ റിസൾട്ടുകൾ അവരുടെ മേലുണ്ടാകട്ടെ. അത്ഭുതകരമായ ദൈവപ്രവൃത്തി നടക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നപ്പോൾ അങ്ങ് പ്രവർത്തിച്ചതിന് നന്ദി. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ, ആമേൻ. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും എന്ന് പ്രാർത്ഥിച്ച ബ്രദറിൻ്റെയും കുടുംബത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. അപ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ തുടക്കത്തിൽ പറഞ്ഞല്ലോ, നമ്മുടെ അത് ഞാൻ വീണ്ടും ഓൺ ആക്കുമ്പോൾ ശ്രദ്ധിച്ചോണം. നിങ്ങൾ എമർജൻസി എനിക്ക് വന്നത് അരമണിക്കൂർ കൊണ്ട് തന്നെ ഏകദേശം എനിക്ക് കൗണ്ട് ചെയ്യാൻ പോലും കഴിയാത്ത രീതിയിൽ നമ്മുടെ വർഗീസ് ബ്രദറും അജാസ്റ്റും ഒക്കെ അത് എഴുതിയെടുത്ത് അവരെന്നോട് പറഞ്ഞു. എന്നാൽ പോലും നിൽക്കാത്ത രീതിയിൽ പ്രെയർ റിക്വസ്റ്റുകൾ വന്നു. അപ്പം അത് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയത്തില്ല, പെട്ടെന്ന് അതിന് പ്രാർത്ഥിക്കാനോ. അപ്പം എങ്കിലും ഞാൻ ഒരുമിച്ച് അതിനു വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചു. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ കഴിവോ പ്രാപ്തിയല്ല, കർത്താവ് അതെല്ലാം കാണുന്നുണ്ട്. കൂട്ടായ്മ ആചരിക്കുക. ദൈവാത്മാവ് എന്ന വിഷയത്തിൻ്റെ മേൽ ചെയ്യുവാൻ ഇടയായിത്തീരും. ഞാനിപ്പോൾ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് എന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഈ വലിയ രീതിയിൽ നിങ്ങൾക്കറിയാം, ഞങ്ങളുടെ ചേമ്പെന്ന് പറയുന്ന ഒരു വിത്തുണ്ട്, ചേമ്പ്. ആ ചേമ്പിൻ്റെ വിത്ത് ഞാൻ കാണുന്നൊരു കാഴ്ച, വീടിൻ്റെ ഒരു സൈഡിലായിട്ട് ആ ചേമ്പിൻ്റെ വലിപ്പമുള്ള വിത്തുകൾ, ആ വിത്തെന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് എടുത്തേക്കുന്ന ഫലം കൊണ്ടുവന്ന് വീടിൻ്റെ ഒരു സൈഡിൽ വെച്ചിരിക്കുന്ന ഒരു ഭവനത്തെ, ഇച്ചിരി പഴയ ഒരു വീടാണ് ഞാൻ കാണുന്നത്, ആ ഒരു ഭവനത്തിൻ്റെ അകത്തേക്ക് കർത്താവിൻ്റെ ഒരു അടയാളം പോലെ ദൈവം എന്നെ കാണിക്കുകയാണ്. ആ ഒരു ഭവനത്തിൻ്റെ മേൽ കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തി അവിടെ വരുന്നതായിട്ട് ഞാൻ കാണുന്നു. ആ ഭവനത്തിൻ്റെ അകത്ത് ഞാൻ കാണുന്ന ഒരു കാഴ്ച,
ഒരു തലമുറയെ ദൈവാത്മാവ് സ്പർശിക്കുന്നതായിട്ട് ഞാൻ കാണുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്ന് ആ കുടുംബത്തിന്റെ മേൽ പരിശുദ്ധ ബ്രദറെ എന്റെ വീടിന്റെ സൈഡ് കണ്ട ഞാൻ കിച്ചണിൽ നിന്നത് കേൾക്കുന്നേ. ചേമ്പിന്റെ വിത്ത് ഇങ്ങനെ കൂട്ടിയിട്ടേക്കുവാണ്. സ്തോത്രം. സ്വോത്രം എന്റെ മോനെ സ്വോത്രം കുറിച്ച് ഞാൻ സ്വോത്രം ഭയങ്കര സ്വോത്രം മിസ്റ്ററെ. കർത്താവ് അത് ഇടപെട്ടുകൊണ്ടിരിക്കുകട്ടെ. ആ ഭവനത്തെ പരിശുദ്ധാത്മാവ് ലൊക്കേറ്റ് ചെയ്യുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവെ, അങ്ങയുടെ വലിയ പ്രവൃത്തി എന്ന കുടുംബത്തിന്റെ മേലേക്ക് വെളിപ്പെടുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ അത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തി ഇന്ന് സിസ്റ്ററെ ഏറ്റെടുത്ത് തലമുറകളെ ദൈവം തൊടാൻ വേണ്ടി പോവാണ്. ഇന്ന് കർത്താവിന്റെ പ്രവൃത്തി ആ കുടുംബത്തിന്റെ മേൽ നടക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ. കർത്താവ് ഇന്ന് വലിയ തന്റെ പ്രവൃത്തിയെ കുടുംബത്തിന്റെ മേലേക്ക് ഇന്ന് ഏറ്റെടുത്തു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവെ, ഞങ്ങളുടെ വലിയ പ്രവൃത്തിയെ ഇന്ന് അങ്ങ് ചെയ്യുന്നല്ലോപ്പാ. യേശുവിന്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ പരിശുദ്ധാത്മാവ് തൊടുകയാണ്. യേശുവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നപ്പ. കർത്താവിന്റെ വലിയ നന്മയ്ക്കായി നന്ദി, തുറന്ന വാതിൽക്കായി നന്ദി, ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രാർത്ഥിച്ച സിസ്റ്ററെ, കർത്താവ് വലിയ കാര്യങ്ങളെ ചെയ്യും. വലിയ പ്രവർത്തികളാൽ കർത്താവ് നിറയ്ക്കുവാൻ ഇടയായി തീരും. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ വചനങ്ങളെ കേൾക്കാം. അതിനോടൊപ്പം തന്നെ ഇന്ന് വലിയ പ്രവർത്തികൾ ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ഏത് വിഷയത്തിന്റെ അകത്തായിരുന്നു, കർത്താവ് നിങ്ങളെ സാക്ഷ്യമാക്കിയിരിക്കും. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ, 1 രൂപ ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്കത് വലിയൊരു തുകയാണ്. 1 രൂപ തരാവോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആരെങ്കിലും എനിക്ക് തരാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യുവോ? നിങ്ങൾ ആരെങ്കിലും? നിങ്ങൾ ആരും സ്ട്രഗിൾ ചെയ്യത്തില്ല. അതിന്റെ കാരണം നിങ്ങൾക്ക് ആ 1 രൂപ എന്നുള്ളത് നിസ്സാരമാ, അല്ലേ? ഞാൻ ചോദിച്ച 1 രൂപ എനിക്ക് തരുവാൻ നിങ്ങൾക്ക് വളരെ നിസ്സാരമാണെങ്കിൽ, കർത്താവിനോട് നമ്മൾ നമ്മുടെ വിഷയങ്ങൾ ചോദിക്കുന്നത് കർത്താവിന് അതിനേക്കാൾ നിസ്സാരം. എനിക്ക് ഇതിനേക്കാൾ ഒരു ഉദാഹരണം പറയാനില്ല. നിങ്ങൾക്ക് 1 രൂപ നിങ്ങളുടെ പേഴ്സിൽ നിന്ന് എടുത്ത് എനിക്ക് തരാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ, ഈസി ആയിട്ട് നിങ്ങൾക്ക് തരാൻ പറ്റുമെങ്കിൽ, നിങ്ങളുടെ വിഷയങ്ങൾ ദൈവത്തിന് അതിനേക്കാൾ താഴെയാണ്. കർത്താവിന് തരുവാൻ കഴിയും. ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. അതുകൊണ്ട് നമ്മുടെ വിഷയം വലുതല്ല കേട്ടോ. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, എൻ്റെ ഒരു വിഷയവും വലുതല്ലെന്ന് പറ. ആമേൻ. നമ്മുടെ ഒരു വിഷയവും വലുതല്ല. ഒരു വിഷയവും ഇന്ന് കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മൾ തുലനം ചെയ്യുമ്പോൾ വലുതല്ല. ദൈവമക്കൾക്ക് പ്രതീക്ഷിക്കാൻ വകയുണ്ട്, പ്രത്യാശിക്കാൻ വകയുണ്ട്. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കുന്നല്ലോ. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് ദൈവം നമ്മളെ സഹായിക്കുന്നല്ലോ. ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എടുക്കുവാണ്. ഇന്ന് കർത്താവിന്റെ വചനം നമ്മൾ തുടർമാനമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു. തുടർച്ചയായിട്ട് കർത്താവിന്റെ വചനം നമ്മൾ കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റോമർക്ക് എഴുതിയ ലേഖനത്തിന്റെ അകത്തുനിന്നാണ് ഇന്ന് കേൾക്കാൻ വേണ്ടി പോകുന്നത്. ദൈവം നമുക്ക് വേണ്ടി സകല പ്രവൃത്തികളെയും ചെയ്യുന്നല്ലോ. ദൈവാത്മാവ് നമ്മളെ സകലത്തിലും ഇന്ന് സൂക്ഷിക്കുന്നല്ലോ. എനിക്ക് തുടക്കത്തിൽ തന്നെ കർത്താവ് എന്നോട് ഒരു വാക്ക് പറയുന്നത്, ശരണ്യ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് സ്പർശിക്കുകയാണ്. ശരണ്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ശരണ്യയ്ക്ക് ഒരു സഹോദരനെ ഞാൻ കാണുന്നുണ്ട് കുടുംബത്തിൽ. ആ കുടുംബത്തിന്റെ മേൽ കർത്താവ് എന്നോട് ഇങ്ങനെ ഒരു വാക്ക് പറയാൻ പറ്റും. ഈ എസ്സിൽ തന്നെ തുടങ്ങുന്ന മറ്റൊരാളും കൂടെ, ഈ സഹോദരനല്ലാതെ, ഈ ശരണ്യയും ഈ സഹോദരനും അല്ലാതെ എസ്സിൽ തുടങ്ങുന്ന തന്നെ പേര് തുടങ്ങുന്ന ഒരു വ്യക്തിയും കൂടെ ആ കുടുംബത്തിലുണ്ട്. ഇന്ന് ആ ഭവനത്തെ കർത്താവ് സ്പർശിക്കുകയും എന്നോട് ഇങ്ങനെ ഒരു വാക്ക് പറയുകയാണ്. ഇന്ന് ആരാത്? ഞാൻ എന്റെ ചേച്ചിന്റെ മോളാണ് ശരണ്യ. ഒരു സെക്കൻഡ് മ്യൂട്ട് മാറ്റില്ല. എല്ലാവരും മ്യൂട്ട് മാറ്റില്ല. ഇസ്രായേൽ, ഞാനത് വാക്ക് കേട്ടോണം. ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോണം. കർത്താവ് ഇന്ന് ആ കുടുംബത്തെ സ്പർശിക്കാം. എന്നൊരു വാക്ക് ഇങ്ങനെ പറയുകയാണ്. ആ അതിരിന്റെ മേലുള്ള ശാപങ്ങളെ, ആ കുടുംബത്തിന്റെ അകത്ത് നിൽക്കുന്ന നിലവിളി പോലുള്ള ശബ്ദങ്ങൾ, ആ വീടിന്റെ അകത്ത് എല്ലാവിധമാകുന്ന അനർത്ഥങ്ങളെയും കയറിക്കൂടാൻ നോക്കുന്ന ആ മണ്ണിന്റെ മേലുള്ള സകല അവകാശങ്ങളെയും കർത്താവ് എടുത്തു മാറ്റി വലിയൊരു സമാധാനത്തിന്റെ അന്തരീക്ഷം കർത്താവ് തുറക്കാൻ വേണ്ടി പോവാണ്. എന്നോട് കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഇനി ആകുലപ്പെടാതെ സമാധാനത്തോടെ ഉറങ്ങുവാൻ ഒരു അന്തരീക്ഷം കർത്താവ് അവിടെ തുറക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതാണ്. ദൈവാത്മാവ് വളരെ ആഴമായി തന്നെ ഇന്ന് സ്പർശിച്ചുകൊണ്ടിരിക്കുന്നു. യേശുവേ നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപ നമ്മുടെ മേൽ ചുരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റോമർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായത്തിന്റെ 13-ഉം 14-ഉം വാക്യമാണ്. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണം. ഇത് നിങ്ങളുടെ അത്ഭുതത്തിന്റെ സമയമാണ്. അതിന്റെ 13-ഉം 14-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, പകൽ സമയത്തെന്ന പോലെ മര്യാദയായി നടക്കുക. ഒരു കൂത്തുകളിലും മദ്യപാനത്തിലുമല്ല, ശയനമോഹങ്ങളിലല്ല, ദുഷ്കാമങ്ങളിലുമല്ല, പിണക്കത്തിലുമല്ല, അസൂയയിലുമല്ല,
കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിച്ചുകൊള്ളുവിൻ. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ഈ വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ ലോകപ്രകാരമുള്ള ജീവിതമല്ല. ഈ കൂട്ടായ്മയ്ക്കകത്ത് കൂടി വന്നിരിക്കുന്ന ആൾക്കാരോട് ഞാൻ പറയും, നിങ്ങൾ എത്ര ഭയങ്കര വിഷയത്തിൻ്റെ അകത്തായിരുന്നാലും, എത്ര വലിയ വിഷയത്തിൻ്റെ അകത്തായിരുന്നാലും കർത്താവ് നിങ്ങളെ ആ വിഷയത്തിൽ നിന്ന് രക്ഷിക്കുവാൻ ശക്തനാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ബ്രദർ എൻ്റെ വിഷയം എത്ര വലിയ കഠിനമായ വിഷയമായിക്കോട്ടെ, അപ്പോൾ നിങ്ങൾ പറയത്തില്ല എത്ര ഭയങ്കര വിഷയത്തിൻ്റെ അകത്തായിരിക്കും. ഞാൻ എത്ര ഭയങ്കര വിഷയമാണെങ്കിലും കർത്താവ് പുറത്ത് കൊണ്ടുവരും. കർത്താവ് നിങ്ങളെ അത്ഭുതമാക്കി മാറ്റുവാൻ ഇടയായിത്തീരും. ആമേൻ. അതിൻ്റെ കാരണം എന്നാന്ന് ചോദിച്ചാൽ, ഇവിടെ പറയുകയാണ്, ഞാൻ എന്നാളും പറഞ്ഞു, നമ്മൾ ഈ ബൈബിളിലെ വാക്യങ്ങളിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു രീതിയിലാണ് നമുക്ക് ചില വാക്കുകൾ മനസ്സിലാവുമെങ്കിലും അതിനേക്കാൾ വലിയ വലിയ കാര്യങ്ങൾ ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ പറയുകയാണ്, കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിച്ചുകൊള്ളുവിൻ. ശ്രദ്ധിച്ചോണം, കർത്താവിനെ ധരിച്ചുകൊള്ളുവിൻ. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിൽ ചിന്തിക്കരുത്. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിൽ ചിന്തിക്കരുത്. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചോണം, നമ്മളോട് പറയുകയാണ് മോഹങ്ങൾ ജനിക്കുക. തുടക്കത്തിൽ ഇവിടെ പറഞ്ഞു വരികയാണ് ഈ മദ്യപാനത്തെക്കുറിച്ചും വെറുക്കുത്തിനെ പറ്റിയൊക്കെ പറഞ്ഞു വന്നിട്ട് ഇവിടെ പറയുകയാണ്, നമ്മുടെ ജീവിതത്തിൽ നമുക്കിത് ആത്മീയമായിട്ട് നമുക്കിതിനെ ഒന്ന് കൊണ്ടുപോകാം. ക്രിസ്തുവേശുവിനെ ധരിച്ചൊരു വ്യക്തി. ഞാൻ നിങ്ങളോട് ഇന്നാൾ പറഞ്ഞു, നമ്മുടെ വിശ്വാസം നമുക്കിനി താഴേക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. നമ്മളെപ്പോഴും പറയുന്നൊരു വിശ്വാസ വാക്കുണ്ട്, മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവമാണ് എൻ്റെ ദൈവം. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ നിങ്ങളുടെ വിശ്വാസം, നിങ്ങളൊരു പ്രശ്നത്തിലൂടെ അകപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം? അതുകൊണ്ടാണ് ഈ വിശ്വാസ പ്രഖ്യാപനമൊക്കെ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നതിന്റെ കാര്യം എന്താണെന്നറിയോ? ഞാൻ ആഗ്രഹിക്കുവാണ് എല്ലാ ദിവസവും യൂട്യൂബിൽ നമുക്കൊരു മോർണിംഗ് പ്രയർ പോലെ, അതായത് പ്രാർത്ഥന, വചനം, ഒരു കുറച്ച് നേരത്തേക്ക് എല്ലാ ദിവസവും ആഗ്രഹിക്കുവാണ്. സമയവ്യത്യാസമുണ്ട് ഞാൻ ഇരിക്കുന്ന രാജ്യത്തുമായിട്ട്. അതായത് നമുക്ക് എല്ലാ ദിവസവും ഒരു മോർണിംഗ് വിശ്വാസ പ്രഖ്യാപനം എല്ലാ ദിവസവും നമ്മൾ ഡിക്ലെയർ ചെയ്ത് കയറി പോവുക. അതിനുവേണ്ടി ഒരു ആഗ്രഹമുണ്ട്. കർത്താവ് നടത്തട്ടെ. അപ്പൊ ഇവിടെ പറയുകയാണ്, ക്രിസ്തുവേശുവിനെ ധരിച്ചിരിക്കുന്ന ഒരു വ്യക്തി മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിൽ ചിന്തിക്കരുത്. ശ്രദ്ധിച്ചോണം, ജഡത്തിൽ ചിന്തിക്കുക എന്ന് പറയാൻ കാരണം, ഇപ്പൊ നിങ്ങളിപ്പം ഈ ഒരു കൂട്ടായ്മയിലേക്ക് വന്ന സമയത്ത് ഏതെങ്കിലുമൊക്കെ ഒരു വിഷയത്തിൽ ഭാരപ്പെട്ടോ നിങ്ങൾ സങ്കടപ്പെട്ടോ ഒക്കെ വന്നിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പൊ പലപ്പോഴും നമുക്ക് എപ്പോഴാണ് ഈ സങ്കടം വരുന്നറിയാവോ? നമുക്ക് ഈ ഭാരവും സങ്കടവും ഒക്കെ വരുന്ന എപ്പോഴാണെന്നറിയാവോ? നഷ്ടബോധം നമ്മളിൽ പ്രവേശിക്കുമ്പോഴാണ്. നഷ്ടബോധം എന്ന് പറഞ്ഞാൽ ശൂന്യത നമ്മളിലേക്ക് പ്രവേശിക്കുമ്പോഴാണ്. ഇപ്പം ഞാനിപ്പം ഉദാഹരണമായിട്ട് പറയാം, നിങ്ങളിപ്പം ഞാൻ ഓർക്കുന്നുണ്ട്, എനിക്കൊരു മൊബൈൽ ഉണ്ടായിരുന്നു. ആ മൊബൈൽ ഒരു ദിവസം ഒരു കുഴപ്പവും ഇല്ലാതിരുന്ന മൊബൈൽ ഫോൺ ഒറ്റ നിമിഷം കൊണ്ട് അത് നിന്നുപോയി. ഒരു കുഴപ്പമില്ല, ഞാനത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പെട്ടെന്ന് അത് നിന്നുപോയി. അപ്പം ഞാൻ നേരെ കൊണ്ടുവന്ന് കോട്ടയത്ത് ഒരു മൊബൈൽ കടയിൽ കൊടുത്തു. മൊബൈൽ കട കൊടുത്തപ്പോഴേക്കും അവർ പറഞ്ഞു, ഇപ്പം നിങ്ങൾ നോക്കി ശരിയാക്കി തരാം. അപ്പോൾ പറഞ്ഞു ഇന്ന കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന കംപ്ലൈൻ്റ് ആണ്, അത് കുഴപ്പമില്ല, കുറച്ച് നേരം ഇരിക്കും, അത് ശരിയാക്കി നോക്കിയിട്ട് ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. ഞാൻ കുറച്ച് നേരം ഇരുന്നു, അത് ശരിയായില്ല. അപ്പം നാളെ വരാൻ പറഞ്ഞു. നാളെ വന്നപ്പോൾ അവർ പറഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുക, ശരിയായില്ല. അങ്ങനെ ഒരു 1.5 ആഴ്ചയോളം ഒന്നാലോചിച്ച് നോക്കി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഫോൺ ഒറ്റയടിക്ക് നിന്നുപോയി. അപ്പോൾ എൻ്റെ പ്രതീക്ഷ മൊത്തം അടുത്ത ദിവസം വരുമ്പോൾ ഇത് റെഡിയാകും. പിന്നെ അവർ പറഞ്ഞു ഇല്ല. അങ്ങനെ 1.5-2 ആഴ്ച നീർന്നു പോയപ്പോഴേക്കും ആ കടക്കാരൻ പറയുന്നത് ഇനി അത് ഒരിക്കലും ഓണാകത്തില്ല. കണ്ടോണം. അപ്പം എൻ്റെ അകത്ത് അതുവരെ ഉണ്ടായിരുന്ന ആ വലിയൊരു പ്രതീക്ഷ അവിടെ നിന്ന് എന്ത് ചെയ്തു? തകർന്നു പോയി. ആ വലിയൊരു പ്രതീക്ഷ എൻ്റെ അകത്ത് തകർന്നു പോയിട്ട് അതുവരെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നാളെ അത് ശരിയാകുമെന്നൊരു സന്തോഷവും നാളെ അത് റെഡിയായി വീണ്ടും ഉപയോഗിക്കാൻ പറ്റും എന്നൊരു കോൺഫിഡൻസും ഒരു പ്രത്യാശയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ കടക്കാരൻ പറഞ്ഞു ഇനി ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇപ്പോഴും ആ ഫോൺ ശരിയായിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഏകദേശം 5-6 വർഷമായി. ഇപ്പോൾ എവിടെയാണെന്ന് എനിക്കറിയത്തില്ല. ഫോൺ എല്ലാം ഒറ്റയടിക്ക് നിലച്ചുപോയി. അപ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? ആ കടക്കാരൻ പറഞ്ഞു ഇനി അതിൻ്റെ അകത്ത് ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് ഞാൻ വേറെ കടയിലൊക്കെ കൊടുത്തിട്ട് ഒന്നും രക്ഷയില്ല. അതോടെ എന്ത് ചെയ്തു? എൻ്റെ ഉള്ളിലേക്ക് വല്ലാത്തൊരു നിരാശയും സങ്കടവും ഭാരവും ഉണ്ടായി. അതിൻ്റെ അർത്ഥം ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല, ഇനി അവർക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. അതോടെ എന്ത് ചെയ്തു? എൻ്റെ എല്ലാ പ്ലാൻ അവസാനിച്ചു. പലപ്പോഴും നമ്മുടെ അകത്തേക്ക് ഒരു പ്രശ്നം വരുമ്പോൾ എന്തുകൊണ്ടാണെന്നറിയോ? ഈ ഭാരങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും എല്ലാം അമിതമായിട്ട് വരുന്ന ചോദിച്ചു കഴിഞ്ഞാൽ നാം ജഡത്തിൽ ചിന്തിക്കുന്നത് കൊണ്ടാണ്. മനസ്സിലാകുന്നുണ്ടോ? ജഡത്തിൽ ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ നമുക്കറിയാം, നമ്മൾ പോലും പറയാറ് നമ്മൾ ഫീഡ് ചെയ്തിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ കുഞ്ഞുനാൾ മുതലേ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഞാനത് പറഞ്ഞുതരാം, പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പറയാം. തലവേദന വന്നാൽ ആദ്യം ഓർമ്മ വരുന്ന ഗുളികയുടെ പേരെന്തുവാ? ഒരു തലവേദന വന്നാൽ പാരസെറ്റാമോൾ.
കണ്ടോ? വിക്സ് പാരസിറ്റമോൾ അല്ലേ? കഴിക്കും. നമുക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് പാരസിറ്റമോൾ അല്ലേ? നിങ്ങൾക്ക് ഒരു പ്രശ്നം വരും അല്ലെങ്കിൽ തലവേദന വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് പാരസിറ്റമോൾ വന്നു. ഇനി നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് വിട്ടിട്ട് ഇതുവരെ മെഡിസിൻ ഒന്നും അല്ലെങ്കിൽ ലോകത്തിന്റെ പുരോഗമനം അറിയാത്ത ഏതെങ്കിലും ഒരു ദ്വീപിൽ നിങ്ങൾ പെട്ടെന്ന് ഇരിക്കട്ടെ. അവിടുത്തെ ഒരു വ്യക്തി പെട്ടെന്ന് പുള്ളി പറയും തലയ്ക്കകത്ത് ഭയങ്കര വേദനയാണ്, അയാൾക്ക് മെഡിസിൻ എന്നാന്ന് അറിയത്തില്ല, അല്ലെങ്കിൽ ഇന്നത്തെ പോലെ ഈ മെഡിസിന്റെ വിപ്ലവത്തെ പറ്റി അദ്ദേഹത്തിന് അറിയത്തില്ല, പാരസിറ്റമോൾ എന്നാന്ന് അറിയത്തില്ല. അങ്ങനെ ഇരിക്കുന്ന ഈ മനുഷ്യന്റെ അകത്തേക്ക് ഭയങ്കര തലവേദനയാന്ന് പറയുമ്പോൾ അയാൾക്ക് ആ തലവേദന സഹിച്ചേ പറ്റത്തുള്ളൂ. കാരണം അയാൾക്ക് പാരസിറ്റമോളിനെ പറ്റി അറിയത്തില്ല, അയാൾക്ക് മെഡിസിൻ എന്നാന്ന് അറിയത്തില്ല, അയാൾക്കത് വന്നാൽ അത് സഹിക്കുകയോ അല്ലെങ്കിൽ അതെന്താണ് അദ്ദേഹത്തിന് പിന്നെ ഉണ്ടാകുന്ന ആഫ്റ്റർ എഫക്റ്റ് അത് അനുഭവിച്ചേ പറ്റത്തുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് അതിന്റെ സൊല്യൂഷൻ അറിയാം. അതായത് ലോകം നിങ്ങൾക്ക് അത് ഫീഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ഈ തലവേദന വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് വെച്ച ഉത്തരം പറഞ്ഞില്ല, നിങ്ങൾ പാരസിറ്റമോൾ എന്ന് പറഞ്ഞില്ലേ, അത് നിങ്ങളുടെ അകത്തേക്ക് ഫീഡ് ചെയ്തിരിക്കുന്നു. അതേപോലെ നമ്മുടെ മനസ്സിലും ചിന്തയിലും ബുദ്ധിയിലും ഒക്കെ ലോകപ്രകാരം ഓരോ വിഷയത്തിന്റെയും സൊല്യൂഷനുകളും ചില വിഷയത്തിന് സൊല്യൂഷൻ ഇല്ലെന്നും ഒക്കെ നമ്മൾ പോലും അറിയാതെ നമ്മൾ ജീവിക്കുന്ന ഈ അന്തരീക്ഷത്തിൽ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്തൊരു പ്രശ്നം വരുമ്പോൾ പെട്ടെന്ന് ഭാരം ഉണ്ടാകുന്നതിന്റെ കാരണം അതിന് സൊല്യൂഷൻ ഇല്ലെന്ന് നമ്മുടെ ബ്രെയിൻ നമ്മളെ ധരിപ്പിച്ചു. ഇപ്പൊ മനസ്സിലായോ? നിങ്ങൾക്കറിയാം, ഒരാൾക്ക് തലവേദന വന്നാൽ ഉടനെ നിങ്ങൾ എന്ത് ചെയ്യും? ആ വ്യക്തിക്ക് ഒരു പാരസിറ്റമോൾ കൊടുത്തിട്ട് പറയും ഒന്ന് റെസ്റ്റ് ചെയ്യ്, ഒരു കാപ്പിയെ കൊണ്ടായി കൊടുത്തിട്ട് പറയും ഒന്ന് കുടിച്ചൊന്ന് റെസ്റ്റ് ചെയ്യ്, കുഴപ്പമില്ല മാറും. ആ വ്യക്തി മരിച്ചു പോയാലോ? റെസ്റ്റ് ചെയ്യാൻ പറയുമോ? നമ്മൾ നിലവിളിച്ച് കരഞ്ഞ് കാറി കൂകി. അപ്പൊ ഒരു ചോദ്യം, തലവേദന വന്നപ്പോൾ എന്തുകൊണ്ടായി കാറുകയും കൂകുകയും ചെയ്യാത്തത്? നിങ്ങൾ ചിരിച്ചോണ്ടല്ലേ പുള്ളിക്ക് പാരസെറ്റമോൾ കൊടുത്തത്? ചിരിച്ചോണ്ടല്ലേ പുള്ളിക്ക് കാപ്പി കൊടുത്തത്? ചിരിച്ചോണ്ടല്ലേ പുള്ളിയോട് റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞ് ഫാനൊക്കെ ഇട്ട് കൊടുത്തത്? എന്തുകൊണ്ടാണ് മരിച്ചു പോയപ്പോൾ കരയാൻ കാരണം? അതിൻ്റെ അർത്ഥം നമ്മുടെ ബ്രെയിൻ്റെ അകത്ത് ഫീഡ് ചെയ്തിരിക്കുന്നത് മരിച്ചാൽ പിന്നൊരു തിരിച്ചുവരവില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? ആ ഒരു വിഷയം വന്ന ഉടനെ നമുക്ക് അമിത ഭാരവും പ്രയാസവും ദുഃഖവും സങ്കടവും സഹിക്കാൻ പറ്റാത്തൊരു ജീവിതത്തിലേക്ക് നമ്മൾ പോയി. സൊല്യൂഷൻ ഇല്ല. ഇപ്പൊ സൊല്യൂഷൻ ഇല്ലാത്ത എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ ഫീഡ് ചെയ്തേക്കുന്നതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്നറിയാവോ? നമുക്ക് ഭയവും ഭാരവും പ്രയാസവും ഒക്കെ കയറും. ഇവിടെ വചനം പറയുകയാണ്, കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിച്ചുകൊള്ളുവിൻ. എന്താ ക്രിസ്തുവിനെ ധരിക്കുന്നതെന്ന് പറയാൻ കാരണം? എന്നിട്ട് പറയുകയാണ്, മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിൽ ചിന്തിക്കരുത്. ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, പിന്നെ ജഡത്തിലല്ലാതെ എങ്ങനെയാ ചിന്തിക്കേണ്ടത്? ക്രിസ്തുവിൽ ചിന്തിക്കണം. ഇപ്പൊ മനസ്സിലായോ? അപ്പൊ ക്രിസ്തുവിൽ എങ്ങനെയാ ചിന്തിക്കുന്നത്? ആത്മാവിൽ ചിന്തിക്കണം. റോമാലേഖനം തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, അങ്ങോട്ട് ഞാൻ പോകുന്നില്ല. ജഡത്തിന്റെ ചിന്തയുണ്ട്, ആത്മാവിന്റെ ചിന്തയുണ്ട്. ഇനി ജഡത്തിന്റെ ചിന്തയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ലോകത്തിൽ നിന്ന് പഠിച്ച അറിവുകൾ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ബ്രെയിനും മനസ്സും ഒക്കെ നമുക്കുണ്ട്. ഇതിൽ നിന്ന് വരുമ്പോൾ നമുക്ക് ഭാരം ഉണ്ടാകും. പക്ഷെ നമ്മൾ ആത്മാവിൽ നിന്ന് വരുന്നതിന് എന്താണെന്നറിയാവോ? ക്രിസ്തുവുമായി കണക്ട് ചെയ്തിരിക്കുക. അതുകൊണ്ടാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത്, കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ദൈവത്തിന്റെ പ്രവൃത്തി കാണും. ആമേൻ. നമ്മൾ എല്ലാ ദിവസവും അത്ഭുതത്തിന്റെ സാക്ഷ്യം കേൾക്കുമ്പോൾ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. നിങ്ങളുടെ ഈ സാക്ഷ്യമൊക്കെ കേൾക്കുമ്പം ഞാൻ വളരെ വളരെ സന്തോഷിക്കാറുണ്ട്. അതിന്റെ കാരണം, ഇത് നമ്മളെല്ലാവരും മനുഷ്യന്മാരല്ലേ. നിങ്ങളും ഞാനും ഒക്കെ പ്രത്യേകിച്ച് നമുക്ക് സൂപ്പർ നാച്ചുറൽ എബിലിറ്റികളോ പവറുകളോ ഒന്നുമില്ല. പക്ഷേ നമ്മുടെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും സാധാരണ കാര്യങ്ങളല്ല, അല്ലേ? നമ്മൾ ഇന്നലെയും കേട്ടൊരു സഹോദരി പറഞ്ഞതുപോലെ മുട്ടിന് നട്ടലിന് തേയ്മാനമായിട്ട് ജോലി ചെയ്യാൻ കഴിയത്തില്ല, 3-4 മണിക്കൂറുകൾ ഇരുന്നതിന് ശേഷമാണ് ജോലി ചെയ്യുന്നത്. പക്ഷെ ഇന്നലെ പ്രാർത്ഥനയിൽ കർത്താവ് സൗഖ്യമാക്കി. രാവിലെ മുതൽ ജോലി ചെയ്യുന്നു, 3 മണി വരെ ജോലി ചെയ്തിട്ടും ഒരു വേദനയില്ല, ഒരു ക്ഷീണവുമില്ല. 8 വർഷമായിട്ടുള്ള രോഗമാണെന്ന് ഓർത്തോണേ, കർത്താവ് ഒരു സൗഖ്യമാക്കി. അങ്ങനെ ഒത്തിരി സൗഖ്യം നമ്മൾ കേൾക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഇത് എങ്ങനെയാ സംഭവിക്കുന്നത്? അത് സംഭവിക്കുന്നത് ക്രിസ്തുവിലൂടെ, നിങ്ങളുടെ ആത്മാവിലൂടെ നിങ്ങളുടെ ശരീരത്തിലേക്ക് അത് പ്രവേശിക്കുന്നതാണ്. ആമേൻ. ഇനി ക്രിസ്തുവിനെ എങ്ങനെയാ ധരിക്കുന്നത്? ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത് ഈ വെറിക്കൂത്തിനെ മദ്യപാനത്തെ പറ്റി പറയും. നമ്മൾ പലപ്പോഴും അവിടം വരെ ആൾക്കാർ അതിനെ ഫുൾ സ്റ്റോപ്പ് ചെയ്യും. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ പോകത്തില്ല. അതുകൊണ്ടാണ് വിശ്വാസത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ മദ്യപാനിയെ കാണും, എന്ത് ചെയ്യും? അവൻ നശിക്കാനുള്ളവനാണ്, അവൻ ദൈവരാജ്യത്തിൽ കയറാനുള്ളവനെന്ന് നമ്മളവനെ ശപിക്കും. പക്ഷേ ഞാൻ വീണ്ടും പറഞ്ഞു, നിങ്ങൾ അങ്ങോട്ട് പോകാനല്ല, അവനെ അവകാശമാക്കി പ്രാർത്ഥിക്കണം. അവൻ്റെ മദ്യപാനത്തിൽ നിന്ന് പുറത്തു വരുവാൻ കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥനയെ ഉപയോഗിക്കും. മനസ്സിലാവോ? നിങ്ങൾക്ക് അതിനുള്ള കൃപയും ശക്തിയും ഉണ്ട്. നമ്മൾ അതിലേക്കാണ് വരുന്നത്. അപ്പൊ ക്രിസ്തുവിനെ ധരിക്കുന്നവർക്കൊരു പ്രത്യേകതയുണ്ട്. അപ്പൊ ഞാൻ ഇന്നാൾ പറഞ്ഞു, ഞാനൊരു നല്ല ഉടുപ്പിട്ടാൽ നിങ്ങൾക്ക് എൻ്റെ ശരീരം കാണാൻ കഴിയത്തില്ല, അല്ലേ? ഞാനിപ്പോൾ നമ്മുടെ കോട്ടയത്ത് കിടന്ന മീറ്റിങ്ങിലേക്ക് ഞാൻ നല്ലൊരു ഷർട്ടും പാൻറ്റും ഒക്കെ ഇട്ടുകൊണ്ടാണ് വന്നത്.
അവിടെ എന്ത് സംഭവിച്ചു? നിങ്ങൾക്ക് ഈ ഷർട്ടും പാൻറ്റും ഞാൻ ഇട്ടേക്കുന്നത് കൊണ്ട് എൻ്റെ ശരീരത്തെ നിങ്ങൾക്ക് കാണാൻ കഴിയത്തില്ല. അപ്പൊ നിങ്ങൾ പറയുന്നുണ്ട്, ബ്രദർ ഷർട്ട് കൊണ്ട് ശരീരത്തെ മറച്ചിരിക്കുന്നു എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഷർട്ട് ധരിച്ചിരിക്കുന്നു. ഷർട്ട് ധരിച്ചിരുന്നപ്പോൾ എന്ത് സംഭവിച്ചെന്ന് അറിയാവോ? എൻ്റെ ശരീരത്തിൽ എന്തെങ്കിലും മുറിവുകളോ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ശരീരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയത്തില്ല. അവിടെ മറയപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ക്രിസ്തുവിനെ ധരിക്കുമ്പോൾ നിങ്ങൾ എന്ന വ്യക്തി അവിടെ മറയപ്പെട്ടു. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ചിന്ത ദൈവത്തിന് വേണ്ട, നിങ്ങളുടെ സജഷൻ ദൈവത്തിന് വേണ്ട, നിങ്ങളുടെ ഹെൽപ്പ് ദൈവത്തിന് വേണ്ട. പകരം ധരിച്ചിരിക്കുന്ന ക്രിസ്തുവിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഞാൻ പറയാം, ഇപ്പൊ ഞാനൊരു വസ്ത്രം ധരിച്ചിരിക്കുകയാണ്. ആ വസ്ത്രം ഞാൻ ധരിച്ചാൽ അതേ ഉടുപ്പ് മറ്റൊരാൾക്കെങ്കിലും അതേ സമയത്ത് ധരിക്കാൻ പറ്റുമോ? ഞാൻ ഇട്ടിരിക്കുന്ന അതേ ഉടുപ്പ് മറ്റൊരാൾക്ക് ഇടാൻ പറ്റുമോ? ഇല്ല. ഇല്ല. ഇല്ല ഇല്ല ഒരേ സമയത്ത് ഒരു വ്യക്തിക്ക് മാത്രമേ ഉള്ളൂ വസ്ത്രം ധരിക്കുവാൻ കഴിയത്തുള്ളൂ, അല്ലേ? അതേപോലെ തന്നെ ക്രിസ്തുവിനെ ധരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടു മനസ്സുള്ളവരല്ല, ഏക മനസ്സുള്ളവരാണ്. ഇനി എങ്ങനെയാണ് ക്രിസ്തുവിനെ ധരിക്കുന്നതെന്ന് അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തിൽ, ക്രിസ്തു യേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ക്രിസ്തുവിനോട് കൂടെ ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ശ്രദ്ധിച്ചു നോക്കിയേ, ക്രിസ്തുവിന്റെ കൂടെ ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിക്കുന്നു. അപ്പോൾ ഒരു വ്യക്തി സ്നാനപ്പെടുന്നതിലൂടെ കർത്താവിനെ എന്ത് ചെയ്യുകയാണ്? ധരിക്കുകയാണ്. അപ്പൊ യേശുവിനെ ധരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ടത് ക്രിസ്തുവിന്റെ മനസ്സുകൊണ്ട് വേണം ചിന്തിക്കാൻ. മനസ്സിലാകുന്നുണ്ടോ? ക്രിസ്തുവിന്റെ മനസ്സുകൊണ്ട് വേണം നമ്മൾ ചിന്തിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഏതെങ്കിലുമൊക്കെ ഒരു പ്രശ്നത്തിൽ നിങ്ങൾ ഭാരപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒന്ന് കുറച്ചു നേരം കണ്ണടച്ചിട്ട് യേശു എങ്ങനെ ചിന്തിക്കുന്നു അതേപോലെ ചിന്തിക്കാൻ നമുക്ക് പറ്റും. ഇപ്പൊ മനസ്സിലായോ? അതേ മൈൻഡ് സെറ്റപ്പിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചിന്തിക്കുവാൻ പറ്റും. അതിന്റെ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ക്രിസ്തുവിൻ രണ്ടല്ല, ക്രിസ്തുവിനെ ധരിച്ചിരിക്കുകയാണ്. ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ, നിങ്ങൾ ക്രിസ്തുവിനെ പോലെ ചിന്തിക്കുന്നവരായിത്തീരും. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ റോമർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ഇനി ജഡത്തിൽ ചിന്തിക്കരുത്, ജഡത്തിനായി ചിന്തിക്കരുത്. അങ്ങനെ വാക്കല്ലേ, ജഡത്തിനായി. അപ്പൊ ഈ ദിവസങ്ങളിൽ ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു, നമ്മള് എലിയാവിന്റെ കാക്കയെ പറ്റിയൊക്കെ നമ്മൾ കേൾക്കാറുണ്ടല്ലോ പഴയ നിയമത്തില്. എലിയാവിന്റെ കാക്ക എന്തുകൊണ്ട് എനിക്ക് വന്നുകൂടാ? എനിക്ക് എന്തുകൊണ്ട് നന്മയുമായിട്ട് ദൂതന്മാർ വന്നുകൂടാ? എൻ്റെ വീട്ടിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, നിങ്ങളുടെ വീടിൻ്റെ അകത്ത് ഒരു മനുഷ്യനും കയറി വന്ന് സഹായിക്കാൻ ഇല്ലാത്ത നിങ്ങളുടെ ഒരു സർക്കിളിലേക്ക് കർത്താവിന്റെ ദൂതന്മാർ വീട് അടച്ചിട്ട വീടിൻ്റെ അകത്തോട്ട് ഇറങ്ങി വന്ന് നിങ്ങൾക്ക് വേണ്ട നന്മ തരുമെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അങ്ങനെയൊക്കെ ഒന്ന് കണ്ടു നോക്കിക്കേ. നിങ്ങളെ സഹായിക്കുവാൻ വേണ്ടി സ്വർഗത്തിലെ സൈന്യം ഇറങ്ങി വരുന്ന കണ്ടു നോക്കി. അപ്പൊ ഇതൊക്കെ എങ്ങനെ കാണാൻ പറ്റും? ക്രിസ്തുവിന്റെ മനസ്സുകൊണ്ട് നമ്മൾ ചിന്തിക്കണം. മനസ്സിലാകുന്നുണ്ടോ? ഞാനൊരു വാക്യം വായിക്കാം. മർക്കൂസിന്റെ സുവിശേഷം, പരിചിതമായ വാക്യമാണ്. 9-ാം അധ്യായത്തിൽ 25-ാമത്തെ വാക്യം പോലെ വായിക്കാം. നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വചനമാണ്. എന്നാലേ പുരുഷാരം ഓടിക്കൂടുന്നതും യേശു കണ്ടിട്ട് അശുദ്ധാത്മാവിനെ ശാസിച്ചു, ഊമനും ചെകിടനുമായ ആത്മാവെ ഇവനെ വിട്ടുപോ, ഇനി അവനിൽ കടക്കരുത്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ നിലവിളിച്ചവനെ വളരെ ഇഴച്ചു പുറപ്പെട്ടു പോയി. മരിച്ചുപോയി എന്ന് പലരും പറയുവാൻ തക്കവണ്ണം അവൻ മരിച്ചവനെ പോലെ. യേശു അവനെ കൈക്ക് പിടിച്ച് നിവർത്തി അവൻ എഴുന്നേറ്റു. ശ്രദ്ധിച്ചോണം. അപ്പൊ ഇവിടെ നോക്കിയാണ്, ഊമനും ചെകിടനുമായ ആത്മാവ്. അപ്പൊ ഒരു വ്യക്തിയുടെ മേൽ പിശാചിന്റെ ആത്മാവ് വന്ന് കയറിയപ്പം വചനം പറയുന്നു, ആ വ്യക്തിയുടെ വാ അടച്ചു. നമുക്കറിയാം, മിണ്ടാൻ മേലാത്ത ഒരാൾ, നിങ്ങളുടെ മനസ്സിൽ ഓർത്താൽ മതി. ഒരു വ്യക്തിക്ക് ചെവിയും കേൾക്കാൻ മേല, മിണ്ടാനും പറ്റത്തില്ല. ശ്രദ്ധിച്ചോണം. അങ്ങനെ ഒരു വ്യക്തിയെ കാണുമ്പം ഇവിടെ ഇങ്ങനെ ഒരു വ്യക്തിയെ പരിചയപ്പെടുവാണ്. ആ വ്യക്തിയെ ഒരു ഡോക്ടർ നോക്കിയപ്പോൾ പറഞ്ഞു, അയ്യോ അവന് മിണ്ടാൻ പറ്റത്തില്ല കേട്ടോ, അവൻ ജന്മന ഊമയായ ഒരു മനുഷ്യനാണ്, ജന്മന ചെവി കേൾക്കാൻ പറ്റത്തില്ല. ഉടനെ അദ്ദേഹം എന്ത് ചെയ്യും? ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, ഇനി അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് ആ കൊച്ചിനെ പറഞ്ഞു വിടും. അപ്പൊ അങ്ങനെയുള്ളൊരു സ്കൂളിലായിരിക്കും ആ കൊച്ചു പഠിക്കുന്നത്. അവന് സംസാരിക്കാൻ കഴിയത്തില്ല, ചെവി കേൾക്കാൻ പറ്റത്തില്ല. പക്ഷെ യേശു വന്നിട്ട് പറയുകയാണ്, നിങ്ങൾ ആ വാക്യം വായിച്ചു നോക്കിയേ, എന്നാൽ പുരുഷാരം ഓടിക്കൂടുന്നത് കണ്ടിട്ട് യേശു അവനെ കണ്ടിട്ട് അശുദ്ധാത്മാവിനെ ശാസിച്ചു, ഊമനും ചെകിടനുമായ ആത്മാവേ അവനെ വിട്ടു പോ, എന്ന് അവനിൽ കടക്കരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു. അപ്പൊ ഡോക്ടർ പറയുന്നു അവൻ ഊമനാണ് ജന്മന.
ഡോക്ടർ പറയുന്നു അവൻ ജന്മനാ ചെവി കേൾക്കാത്ത മനുഷ്യനാ. പക്ഷെ യേശു പറയുന്നു അവനെ ഊമനും ചെകിടനുമാക്കിയ ഒരു പിശാചിന്റെ ആത്മാവ് അവന്റെ മേലുണ്ട്. അപ്പൊ പിശാചിന്റെ ആത്മാവ് അവന്റെ മേൽ വന്നപ്പോൾ അവന്റെ വായ അടച്ചു, ചെവി അടച്ചു. നോക്കിയപ്പോ നാട്ടുകാർ പറഞ്ഞു അവൻ ജന്മനാ ഊമനാ, ജന്മനാ ചെവി കേൾക്കാത്തവനാ. പക്ഷെ യേശു നോക്കിയപ്പോൾ കാണുന്ന എന്നാന്നറിയാം, അവൻ ജന്മനാ അവൻ ഊമ വന്നതല്ല, അവന്റെ ഉള്ളിലേക്ക് കയറിയ ഒരു ദുരാത്മാവ് അവന്റെ വായ അടച്ചത്. അപ്പം പിശാചിന്റെ ആത്മാവ് വന്നപ്പോൾ ഒരു വ്യക്തിയുടെ ചെവിയും വായും അടച്ചെങ്കിൽ യേശുവിന്റെ പരിശുദ്ധാത്മാവ് വരുന്ന നിങ്ങളുടെ അകത്ത് എത്രയോ വലിയ സാധ്യതകൾ കിടപ്പുണ്ട്. ആമേൻ. എത്രയോ വലിയ സാധ്യതകൾ നിങ്ങളുടെ അകത്തേക്ക് കിടപ്പുണ്ട്. നിങ്ങൾ മനസ്സിലാക്കിക്കോണം കേട്ടോ. നിങ്ങളിത് മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കർത്താവിൻ്റെ പ്രവൃത്തികളെ ഇന്ന് കാണാൻ വേണ്ടി പോവാം. കർത്താവിൻ്റെ പ്രവൃത്തികളെ പരിശുദ്ധാത്മാവിൻ്റെ രീതിയിൽ കാണാൻ വേണ്ടി പോവാം. അപ്പം നമ്മൾ എങ്ങനെ ചിന്തിക്കേണ്ടത്? ആ വാക്യത്തിലേക്ക് ഞാനൊന്ന് മടങ്ങി വരാം. റോമർക്ക് എഴുതിയ ലേഖനത്തിലെ 13-ാം അധ്യായത്തിന്റെ വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ ധരിച്ചുകൊള്ളുവിൻ, മോഹങ്ങൾ ജനിക്കുമാറ് എന്ത് ചെയ്യരുത്? ജഡത്തിലായി ചിന്തിക്കരുത്. അപ്പം നമ്മുടെ ചിന്തയ്ക്കകത്ത് നമ്മുടെ അനുഗ്രഹം ഇരിപ്പില്ലേ? പലപ്പോഴും എന്താ സംഭവിക്കുന്നറിയാവോ? നമ്മുടെ ചിന്തകൾ നമ്മുടെ അനുഗ്രഹത്തെ തടസ്സപ്പെടുത്തുന്നുണ്ട്. നമ്മൾ ചിന്തിക്കുന്നത് മാനുഷികമായിട്ട്, പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാ ദിവസവും നിങ്ങൾ യൂട്യൂബ് തുറന്നുകൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ വചനം കേൾക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു അത്ഭുതം ഉണ്ടാകുന്നില്ല? ഈ ദിവസങ്ങളിൽ നമ്മൾ വിശ്വാസത്തിന്റെ സ്റ്റെപ്പുകളെ എടുത്തു വെക്കുവാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ചിന്താമണ്ഡലങ്ങളെ ഒന്ന് തുറക്കണം. ചിന്താമണ്ഡലങ്ങളെ ഇന്ന് തുറക്കണം. ഞാൻ ഇന്ന് രാവിലെ തോമസ് ബ്രദറുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു വാഹനം മേടിക്കുന്ന കാര്യം പറഞ്ഞു. അപ്പം അദ്ദേഹത്തിനൊരു പഴയ വണ്ടിയുണ്ട്. അപ്പം ഞങ്ങൾ സംസാരിച്ച കൂട്ടത്തിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ആ വണ്ടി അത് കൊടുക്കാതെ തന്നെ ഒരു വാഹനം മേടിക്കുവാൻ ആഗ്രഹിക്കുന്നത്. കാര്യം ആ ഒരു വാഹനം ഉള്ളത് കൊണ്ട് വലിയൊരു വണ്ടി എടുക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നത്. കർത്താവ് ദിവസം അത് കൊടുക്കും, യേശുവിന് അത് റിലീസ് ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹം ഒരു പഴയ വണ്ടി അദ്ദേഹത്തിനുണ്ട്, കുറേ വർഷമായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പം അത് കൊടുക്കാതെ ഉപയോഗിക്കുവാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നതോട് പറഞ്ഞു. അപ്പം അദ്ദേഹം ചോദിച്ചു, അത് കൊടുക്കണോ? ദൈവത്തിൻ്റെ ഒരു പ്ലാൻ. അപ്പം ഞാൻ പറഞ്ഞു, കർത്താവിൻ്റെ പ്ലാൻ എപ്പോഴും നമുക്ക് പുതിയ തരിക എന്നുള്ളത്. നിങ്ങളിപ്പോൾ 1000 വണ്ടി മേടിച്ചാലും ദൈവരാജ്യത്തിൽ ഒരു കുലുക്കവും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾക്കറിയാവോ, ചില ബാങ്കിലൊക്കെ പോയിട്ട് ഒരുമിച്ച് ഒരു 10-100 പേര് അടുപ്പിച്ച് ഡിപ്പോസിറ്റ് പിൻവലിച്ചാൽ ആ ബാങ്കിന്റെ നിലനിൽപ്പ് പോലും ബാധിക്കും. അങ്ങനെയാണല്ലോ അല്ലേ? ഒരു ബാങ്കിന്റെ നിലനിൽപ്പ് 10-100 ഒരു ചെറിയ ബാങ്കാന്നിരിക്കണം, ഉദാഹരണം പറയാം കേട്ടോ. അടുപ്പിച്ചു പോയിട്ട് ആൾക്കാർ അവിടെയുള്ള ഡിപ്പോസിറ്റുകളെയൊക്കെ പെട്ടെന്ന് പിൻവലിച്ച വലിയ ഭീമമായ തുകകൾ പിൻവലിച്ചാൽ ആ ബാങ്കിന്റെ നിലനിൽപ്പിനെ ബാധിക്കും. അതിന്റെ കാരണം അത്രയും വലിയൊരു സാമ്പത്തിക സോഴ്സ് അവിടെ നഷ്ടപ്പെടുക. എന്നാൽ നിങ്ങൾ ദൈവരാജ്യത്തിലോട്ട് കയറിയിട്ട് നിങ്ങൾക്കിപ്പം എത്ര ചെലവാക്കിയാലും തീരാത്ത നന്മയുടെ ഉറവിടമാണ് ദൈവം. നിങ്ങളിപ്പോൾ ഇരിക്കും, ബ്രദറെ എനിക്ക് 10 ലക്ഷം രൂപയുടെ കടഭാരത്തിൻ്റെ അകത്ത് ഞാൻ ഭാരപ്പെടുക, അല്ലെങ്കിൽ 1 ലക്ഷം രൂപയുടെ കടഭാരത്തിൻ്റെ അകത്ത് ഞാൻ ഭാരപ്പെടുക, എനിക്കതിൽ നിന്ന് പുറത്തു വരാൻ കഴിയാതെ ഞാൻ എന്ത് ചെയ്യുക? സ്ട്രഗിൾ ചെയ്യുക. ഞാൻ പറയുക, കർത്താവിന് ആ വലിയ തുകയല്ലത്. ദൈവത്തിന് വലിയ തുകയല്ല, ദൈവത്തിന് വലിയ കാര്യമല്ല, ദൈവത്തിന് വലിയ വിഷയമല്ലാതെ. അപ്പോൾ നമ്മളെപ്പോഴും കർത്താവിനെ കാണേണ്ടത് ദൈവത്തിനൊരു കപ്പാസിറ്റി ഉണ്ട്, അത് നമുക്ക് അളക്കാൻ കഴിയാത്തൊരു കപ്പാസിറ്റി. അപ്പം തോമസ് പറഞ്ഞു. അപ്പം ഞങ്ങളത് സംസാരിച്ച് കഴിഞ്ഞ ശേഷം അത് എന്ത് ചെയ്തു? അദ്ദേഹത്തിന് അത് ഞാൻ പറഞ്ഞു അത് ഉപയോഗിക്കുക. ഞാനിപ്പോൾ ഉദാഹരണമായിട്ടാണ് പറഞ്ഞത്, സംസാരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞത്. അപ്പം കർത്താവിൻ്റെ ആഗ്രഹം നമ്മൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക, വളരുക. പക്ഷെ എവിടെയാണ് നമ്മളെ ബ്ലോക്ക് ആകുന്ന തലമെന്ന് പറഞ്ഞാൽ, മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. അപ്പൊ ക്രിസ്തുവിനെ ധരിച്ചൊരു വ്യക്തി ഒരിക്കലും ഈ ജഡമെന്ന് പറഞ്ഞേക്കുന്ന ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ജഡമെന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഈ ആത്മീയമായൊരു ഭാഷ എന്ന് പറഞ്ഞാൽ മദ്യപാനി, വെറുക്കൂത്തുകാരൻ, അങ്ങനെയുള്ള രീതിയിലേക്ക് ആൾക്കാർ പെട്ടെന്ന് വ്യാഖ്യാനിക്കും. ജഡമെന്ന് പറഞ്ഞാൽ മാനുഷിക ബുദ്ധിയിൽ ആലോചിച്ച് വിശ്വാസത്തെ മുന്നോട്ട് നയിക്കുന്നവൻ. ഞാൻ അതുകൂടെ തുടക്കത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞത് നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ കൊടുത്തേക്കുന്ന ഇൻഫർമേഷൻ നമ്മുടെ ബ്രെയിനുള്ളൂ. നിങ്ങൾ പഠിപ്പിച്ചത് മാത്രമേ നിങ്ങളുടെ മനസ്സിലുള്ളൂ, അല്ലാതെ എക്സ്ട്രാ ഒന്നും മനസ്സിന് എന്ത് ചെയ്യാൻ കഴിയത്തില്ല, സങ്കല്പിച്ച് നിർമ്മിക്കാൻ കഴിയത്തില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഫീഡ് ചെയ്യുന്നത് മാത്രമേ നിങ്ങളുടെ മനസ്സിലുള്ളൂ. ഇന്നേ വരെ ഞാൻ വിശ്വാസി അല്ലാത്തൊരു വ്യക്തിയെ പറ്റി പറയും, ഇന്നേ വരെ ഒരു മനുഷ്യൻ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഈ ലോകത്തിൽ ഒന്നുമില്ലാത്തൊരു സംഭവം പെട്ടെന്ന് എന്ത് ചെയ്തിട്ടില്ല. അവന്റെ മനസ്സിലേക്ക് വന്ന പല ഐഡിയകളും ചേർത്ത് അവൻ നിർമ്മിച്ചതേ ഉള്ളൂ ലോകത്തിൽ, അല്ലേ? ഇപ്പൊ നമുക്കറിയാം, ഈ പ്ലെയിൻ കണ്ടുപിടിച്ച ആൾക്കാർ, റൈറ്റ് സഹോദരന്മാർ, അവർക്ക് ആ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പ്ലെയിൻ വന്നതല്ല. പല ഐഡിയകൾ അവരുടെ മനസ്സിലേക്ക് വന്നതെല്ലാം ക്രോഡീകരിച്ചിട്ട് ആ ഫോമിലേക്ക് എത്തിപ്പെട്ടതാ. ഒറ്റൊരു സുപ്രഭാതത്തിൽ അവർ കണ്ണടച്ചപ്പോൾ ഇന്ന് കാണുന്ന ഒരു എയറോപ്ലെയിൻ കണ്ടില്ല, ഒരു ഹെലികോപ്റ്റർ കണ്ടില്ല.
പക്ഷെ അവർക്ക് എന്ത് സംഭവിച്ചു? അപ്പൊ പല ചിന്തകൾ ഇങ്ങനെ ചെയ്താൽ പറക്കാൻ പറ്റും. ചിലപ്പോൾ ഒരു അവർ ചിലപ്പോൾ ചിന്തിച്ചത് ചിലപ്പം റൈറ്റ് സഹോദരന്മാർ ചിലപ്പോൾ ഒരു പക്ഷി പറക്കുന്നത് കണ്ടപ്പോഴായിരിക്കും ഒരു ഐഡിയ ഉണ്ടായത്. എന്തുകൊണ്ട് മനുഷ്യർക്ക് അങ്ങനെ പറന്നുകൂടാ? ചിലപ്പോൾ ഒരു മിഷ്യൻ കണ്ടപ്പോഴായിരിക്കും അവർക്ക് തോന്നലുണ്ടായത്. അങ്ങനെ പല ചിന്തകൾ നിറഞ്ഞതുകൊണ്ടാണ്, പല ഇൻഫർമേഷനുകൾ വന്നതുകൊണ്ടാണ് അവർക്ക് സക്സസിലേക്ക് വരാൻ പറ്റിയത്. പക്ഷെ പുതുതായിട്ടൊന്നും സൃഷ്ടിച്ചെടുക്കുവാൻ അവർക്ക് കഴിയത്തില്ല. പല ഇൻഫർമേഷൻ ചേർത്തേ മനുഷ്യന് എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ. എന്നാൽ അതിൻ്റെ അകത്ത് ചില കാര്യത്തിന് നമ്മൾ കേട്ടതുപോലെ തന്നെ ചിലതിന് സൊല്യൂഷൻ ഇല്ല. ഇപ്പം ഞാൻ പറയുന്ന ഉദാഹരണം, ഒരു വ്യക്തി മരിച്ചു പോയാൽ മനുഷ്യന്റെ അറിവിൽ പിന്നെ എണീക്കാൻ പറ്റത്തില്ല. എന്നാൽ ഒരു വ്യക്തി കാല് തെറ്റി വീണാൽ എണീക്കാൻ പറ്റും. ഒരു വ്യക്തി ഉറങ്ങിയാൽ എണീക്കാൻ പറ്റും. ഒരു വ്യക്തി കാലൊടിഞ്ഞ് കിടന്നാൽ എണീക്കാൻ പറ്റും. ഒരു വ്യക്തി ബോധം കെട്ടുപോയാൽ എണീക്കാൻ പറ്റും. പക്ഷെ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചേക്കുന്ന മനസ്സിന്റെ ബുദ്ധിയുടെ ഇൻഫർമേഷൻ പറയും ഇനി അവൻ ഒരിക്കലും എണീക്കത്തില്ല. അപ്പോഴേക്കും നമ്മുടെ വിഷമവും ദുഃഖവും കൂടും. കാര്യം നമ്മുടെ ഇൻഫർമേഷൻ്റെ അകത്ത് ഇനി ഒരു സൊല്യൂഷൻ ഇല്ല. ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നവൻ ജഡത്തിനായി ചിന്തിക്കരുത്. അപ്പോഴാണ് നമുക്ക് പലപ്പോഴും പിശാചിനെ പറ്റിയൊക്കെയുള്ള ഭയമൊക്കെ അകത്തോട്ട് കയറുന്നത്. ഒരു സൊല്യൂഷൻ ഉണ്ട്, എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, എൻ്റെ വിഷയത്തിൻ്റെ അകത്ത് ഒരു മറുപടി ഉണ്ടെന്ന് പറ. എന്റെ വിഷയത്തിനകത്തൊരു മറുപടി മറുപടി ഉണ്ട്. ആമേൻ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ഞാൻ പറയാൻ വേണ്ടി പോവാണ്. അതിനുശേഷം നമുക്ക് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാം. ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം, ആവശ്യമില്ലാതെ ചിന്തിക്കരുത്. പ്രാർത്ഥിക്കുന്ന വ്യക്തി തല പുകഞ്ഞ് ആലോചിക്കരുത്. അവിടെയാണ് നമ്മൾ കുടുങ്ങിപ്പോകുന്നത്. കാര്യം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കൊടുത്ത ഇൻഫർമേഷൻ്റെ അകത്ത് നിങ്ങളുടെ വിഷയത്തിൻ്റെ അകത്ത് മറുപടി ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഭാരം ഉണ്ടാകുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന വിഷയം നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അത് വലിയ പ്രശ്നമായിട്ട് സങ്കടം വന്നും ദുഃഖം വന്നും പ്രയാസം വരാൻ കാരണം എന്തുവാ? നമ്മൾ കേട്ട അറിവിലും നമ്മൾ കൊടുത്ത ആ ഒരു ഇൻഫർമേഷൻ്റെ അകത്ത് അതിന് സൊല്യൂഷൻ ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലേ? നിങ്ങൾക്ക് ഞാൻ ഉദാഹരണമായിട്ട് പറയാം. നമുക്ക് ഒരു റിപ്പയർ ചെയ്യുന്ന ഒരു മെക്കാനിക്കിൻ്റെ അടുത്തോട്ട് ചെല്ലുക. നിങ്ങൾക്ക് മെക്കാനിക്കുമായിട്ട് ഒരു ബന്ധവുമില്ല, അതായത് വണ്ടി ഫീൽഡുമായിട്ട് ഒരു ബന്ധവുമില്ല. ഒരു ദിവസം നിങ്ങൾ ഓടിച്ചുകൊണ്ടിരുന്ന കാറ് പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആയിപ്പോയി, പെട്ടെന്ന് നിന്നുപോയി. നിങ്ങൾ പെട്ടെന്ന് ടെൻഷൻ, എൻ്റെ ദൈവം എനിക്കറിയത്തില്ല, അത് എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല, ഭയങ്കര നിങ്ങളാണ് നോക്കിയിട്ട് ഉന്തുന്നു തള്ളുന്നു, തിരിച്ചു നോക്കുന്നു, കുലുക്കി നോക്കുന്നു, ഒന്നും സ്റ്റാർട്ടാകുന്നില്ല. പെട്ടെന്ന് ടെൻഷൻ, ദൈവമേ എന്നാ പറ്റി, കാറിന് എന്നാ പറ്റി? പെട്ടെന്ന് ഒരു മെക്കാനിക്ക് വന്ന് നോക്കിയപ്പോൾ അതിൻ്റെ പ്ലഗിൽ എന്തോ പറ്റിയതാ. പുള്ളി അത് ഓടി വന്നത് ക്ലീൻ ചെയ്ത് ഇട്ടപ്പോഴേക്കും ശരിയായി. പക്ഷെ നിങ്ങൾ അത്രയും നേരം ഭാരപ്പെട്ട്, പക്ഷെ വർക്ക്ഷോപ്പുകാരൻ ടെൻഷനില്ല. വർക്ക്ഷോപ്പുകാരൻ വന്നോണം അയ്യോ തല കൈവച്ചിട്ട് പറയുക, ഷോ വണ്ടി വഴി കിടന്നല്ലോ, ഇനി എന്നാ ചെയ്യും. പുള്ളി അത് പറയത്തില്ല, കാരണം പുള്ളിക്കറിയാം ഇതെങ്ങനെ റിപ്പയർ ചെയ്യണമെന്ന്. അപ്പൊ പുള്ളിയുടെ ബ്രെയിൻ്റെ അകത്തുള്ളതും നിങ്ങളുടെ ബ്രെയിൻ്റെ അകത്തില്ലാത്തതുമായിട്ടുള്ള അതിൻ്റെ പേരാണ് ഇൻഫർമേഷൻ. അയാൾക്ക് അതെങ്ങനെ റിപ്പയർ ചെയ്യുന്നൊരു ഇൻഫർമേഷൻ ഉണ്ട്. അതുകൊണ്ട് അയാൾക്ക് ടെൻഷൻ ഇല്ല. അയാൾ ഓടി വന്ന് ടൂൾസ് എടുത്ത് അത് സെറ്റ് ചെയ്തു. നിങ്ങൾക്ക് അതിനോടുള്ള അതെങ്ങനെ റിപ്പയർ ചെയ്യണമെന്നുള്ള ഇൻഫർമേഷൻ ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ടെൻഷനും സങ്കടവും ഭാരവും ഉണ്ടായി. നിങ്ങൾ മെക്കാനിക് ആണെങ്കിലോ ഈസിയാണ്. വണ്ടി ബ്രേക്ക് ഡൗൺ ആയി, നിങ്ങൾ ആ ബോണറ്റ് പൊക്കിയിട്ട് ആ പ്ലഗിൽ എന്താ വിഷയം, പെട്ടെന്ന് അത് ഓൺ ചെയ്ത് അത് ക്ലീൻ ചെയ്ത് ഇട്ട് തിരിച്ചിട്ടു. ഒരു സങ്കടവും ഇല്ല, ഒരു ഭാരവും ഇല്ല, കൈ ക്ലീൻ ചെയ്ത് കൂളായിട്ട് പോകുന്നു. ഇപ്പം മനസ്സിലായോ? ഇതേപോലെ നമ്മുടെ മനസ്സിൻ്റെ അകത്ത് നമുക്ക് ആ വിഷയത്തിൻ്റെ അകത്തുള്ള സൊല്യൂഷൻ കിട്ടാത്തത് കൊണ്ട് നമുക്ക് എന്ത് സംഭവിക്കും? ടെൻഷൻ കൂടും. അതുകൊണ്ടാണ് മോഹം ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചിന്തിക്കേണ്ടത് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ മുമ്പിലെ സൊല്യൂഷനുകളെ വചനപ്രകാരം കാണും. ഇന്നലെ ഞാനത് പറഞ്ഞിരുന്നു. ഈ സമയത്ത് നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയർ റിക്വസ്റ്റുകൾ അയച്ചിട്ട് മറുപടി കൊടുക്കാൻ പോകരുത്. വചനം ശ്രദ്ധിച്ച് കേൾക്കുക. ഒരു രക്ഷപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വചനം കേൾക്കുക. എന്നിട്ട് അതിന് ശേഷം നിങ്ങൾ പരസ്പരം എന്ത് ചെയ്യുക? നിങ്ങൾ സംസാരിക്കുക. ആമേൻ. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രവൃത്തികളെ ചെയ്തെടുക്കുവാൻ ശക്തനാണ്. വലിയ പ്രവൃത്തികളെ ചെയ്തെടുക്കുവാൻ പരിശുദ്ധാത്മാവ് ശക്തനാണ്. ഇന്ന് ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികളെ കർത്താവ് നമ്മുടെ നടുവിൽ ചെയ്യും. എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിച്ചു, എൻ്റെ യേശുവേ, ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തിയെ ദൈവം ഇന്ന് അയക്കാൻ വേണ്ടി പോവുക. ഇന്ന് കർത്താവ് നിങ്ങളുടെ ഭവനങ്ങളുടെ അവസ്ഥകളെ മാറ്റാൻ വേണ്ടി പോവുക. എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിച്ച് ഒന്ന് കണ്ണടച്ചിട്ട് ഒന്ന് നിങ്ങൾ ഇത്രയും നേരം ഭാരപ്പെട്ട വിഷയം ഒറ്റ സെക്കൻഡ് കൊണ്ട് റിപ്പയർ ചെയ്യാൻ കഴിയുന്ന ഒരു കർത്താവ് എനിക്കുണ്ട്. ആ കർത്താവ് എങ്ങനെ ഒരു മെക്കാനിക് ഒരു വണ്ടി കേടായി കഴിഞ്ഞാൽ മെക്കാനിക് എങ്ങനെ ചിന്തിക്കുക, ഇതാണ് അതിൻ്റെ പ്രശ്നമെന്ന് അയാൾ കണ്ടുപിടിച്ച് അത് റിപ്പയർ ചെയ്യുന്നത് പോലെ ക്രിസ്തു യേശുവിലുള്ള നിങ്ങൾക്ക് കാണാൻ പറ്റും. എൻ്റെ വിഷയത്തിൻ്റെ പരിഹാരം കർത്താവായ യേശുവിലുണ്ട്. ആ കർത്താവ് എന്നെ കൈവിടത്തില്ല, ആ കർത്താവ് എന്നെ ഉപേക്ഷിക്കത്തില്ല, ആ കർത്താവ് എന്നെ ഒരു നാളും തള്ളിക്കളയത്തില്ല.
ഞാൻ എൻ്റെ കർത്താവിൻ്റെ സാക്ഷിയായി മാറും. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ അത്ഭുതമായി തീരും. ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നത് കൊണ്ടും കർത്താവിൻ്റെ പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ട് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് ഇന്ന് ആ രോഗശക്തിയുടെ രോഗമുള്ള ഭാഗത്തോട്ട് കൈവച്ച് ഈ രോഗമൊക്കെ ചുമന്നു നടക്കാനൊന്നും അല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അത് റിപ്പയർ ചെയ്യാൻ പോവുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ആ ബ്ലഡിലെ കൗണ്ടിനോട് പറ, നേരെ ആയേ പറ്റത്തു. എനിക്ക് യേശു ഉണ്ട്. യേശു ഉള്ളത് കൊണ്ട് യേശുവിനെ ധരിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളിപ്പം ഉടുപ്പിടാതെ, ഞാൻ പറയുന്നത് വസ്ത്രം ധരിക്കാതെ നാട്ടിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവസ്ഥ ആലോചിച്ച് നോക്കി. എന്തൊരു നാണക്കേടല്ലേ. ആൾക്കാരെല്ലാം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും. എന്നാൽ നിങ്ങൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. മറന്നു പോകരുത്, നിങ്ങൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. കർത്താവിനോട് ചേരുവാൻ സ്നാനമേറ്റ നാം എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചുവെങ്കിൽ ക്രിസ്തു ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കണം. ഇപ്പൊ നിങ്ങൾ രണ്ടല്ല കേട്ടോ. ഇപ്പൊ ഞാനൊരു ഉടുപ്പിട്ടേക്കും എൻ്റെ ശരീരത്തിൽ, ശ്രദ്ധിച്ചോണം. ഉടുപ്പിട്ടിരിക്കുക. ഇപ്പൊ വഴിയെ പോകുന്ന ആരാണ്ട് പറയുക, ആ ഉടുപ്പിലോട്ട് എന്നെ കൂടെ കയറ്റാവോ എന്ന് ചോദിച്ചാൽ കയറാൻ പറ്റുമോ? ഇല്ല. ആ ഒരു ഉടുപ്പിൽ ഒരാൾക്ക് കയറാൻ പറ്റത്തുള്ളൂ അല്ലേ? അതിൻ്റെ അർത്ഥം നിങ്ങൾ ധരിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് മാത്രമുള്ള, നിങ്ങൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അപ്പൊ ക്രിസ്തു നിങ്ങൾ രണ്ടല്ല, ഒന്നാണ്. അതാണ് പൗലോസ് പറഞ്ഞത്, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ. അപ്പൊ ക്രിസ്തുവിനെ പോലെ ചിന്തിക്കണം. അപ്പൊ നമ്മുടെ ജഡത്തിനായി ചിന്തിക്കരുത്. ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ഭാരം വരുമെങ്കിൽ ക്രിസ്തുവിൽ എനിക്ക് അത്ഭുതം. അതുകൊണ്ടാണ് എപ്പോഴും ഞാൻ പറയേണ്ടത്, വചനം വായിക്കണം, കൂട്ടായ്മ ആചരിക്കണം, വചനം കേൾക്കണം. ചില ആൾക്കാർ പ്രയർ റിക്വസ്റ്റ് അയക്കും, ബ്രദറെ എൻ്റെ വിഷയത്തിൽ ബ്രദർ പ്രാർത്ഥിക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണ്. കൂട്ടായ്മ ആചരിക്കാൻ പറഞ്ഞാൽ പറയുമോ, ബ്രദറെ എനിക്കുള്ള പറ്റത്തില്ല. എന്താ അവിടെ സംഭവിക്കുന്നത് അറിയാവോ? നിങ്ങൾ പ്രയർ റിക്വസ്റ്റ് അയച്ച് അത്ഭുതം നടക്കുന്നത് വരെ നിങ്ങൾ ടെൻഷൻ അടിച്ച് തകർന്നു പോകും. പക്ഷെ വചനം കേൾക്കുമ്പോൾ മനസ്സിലാവും, ക്രിസ്തുവിലുള്ള സാധ്യതകളെ മനസ്സിലാവുമ്പോൾ നിങ്ങളകത്തേക്ക് ഒരു ഇൻഫർമേഷൻ ഫീഡായിക്കൊണ്ടിരിക്കും. അപ്പം എന്ത് സംഭവിക്കുന്നത് അറിയാവോ? ഭാരം മാറിയിട്ട് സമാധാനം നിറയുവാൻ തുടങ്ങും. യേശുവേ നന്ദി കർത്താവേ, യേശുവേ നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കാണുന്ന ഒരു പണി തീരാത്ത ഒരു വീടാണ് കാണുന്നത്. ഞാൻ കാണുന്നത് ഈ ഹോളോ ബ്രിക്സ് കൊണ്ട് ഉണ്ടാക്കിയേക്കുന്ന ഒരു പണി തീരാത്ത വീടുണ്ട്. ആ വീടിലോട്ട് പ്രവേശിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു തറ കെട്ടി വെച്ചിരിക്കുക. ആ തറ കെട്ടിയിട്ട് അതിൻ്റെ അകത്തൊന്നും ചെയ്തിട്ടില്ല. അതിനുശേഷം മുന്നോട്ട് കയറി ചെല്ലുമ്പോഴാണ് ഡോറ് കാണുന്നത്. ആ ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. ആ ഭവനത്തിൻ്റെ മേലേക്ക് ഞാൻ കാണുന്ന ഒരു കാഴ്ച, 56 വയസ്സിനോളം, കറക്റ്റ് പ്രായമല്ല, അതിനടുത്ത് പ്രായമുള്ള ഒരു മനുഷ്യനെ കർത്താവ് എന്നെ കാണിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഇന്ന് ആ ഒരു ഭവനത്തിൽ ആ വ്യക്തിയെ സ്പർശിക്കുകയും ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട കുടുംബത്തിൻ്റെ മേൽ തലമുറകളുടെ ദൈവം സ്പർശിക്കുന്നു. ആ ഭവനത്തിൻ്റെ പണി പോലെ തന്നെ ആ കുടുംബത്തിൻ്റെ അവസ്ഥയും കംപ്ലീറ്റ് ആകാതെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. എന്നാൽ കർത്താവ് ഇന്ന് ആ ഭവനത്തെ സ്പർശിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലിയ പ്രവൃത്തി എന്ന കുടുംബത്തിൻ്റെ മേൽ ഉണ്ടാകുന്നല്ലോ. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇന്ന് ആ ഭവനവുമായിട്ട് കർത്താവിൻ്റെ വലിയ പ്രവൃത്തി തമ്പുരാൻ ചെയ്യാൻ വേണ്ടി പോവാം. യേശുവിൻ്റെ നാമത്തിൽ ആ ഒരു ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് ആ ഭവനവുമായിട്ട് കണക്ട് ചെയ്ത്, ഇനി ആ ഭവനത്തിൽ ഉള്ളതാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ആ ഭവനവുമായിട്ട് ഈ പറയുന്ന വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് എന്നൊരു അനിൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് കാണിക്കുവാണ്. ആ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ടാണ് കാണിക്കുന്നത്. ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് അനിൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് കാണിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബത്തിൻ്റെ മേൽ വലിയൊരു സമാധാനം ഉണ്ടാകുന്നു. തകർന്ന അവസ്ഥകളെ സ്വർഗം പണിയാൻ വേണ്ടി പോവുക. യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പ, അത് സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, ഈ അടയാളം ഏറ്റെടുത്തോണം. ദൈവം ആ കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി അയക്കാൻ വേണ്ടി പോവുക യേശുവിൻ്റെ നാമത്തിൽ. അതിനോടൊപ്പം തന്നെ കർത്താവ് എന്നെ സുമേഷ് എന്ന് പറയുന്ന ഒരു പേര് ദൈവാത്മാവ് കാണിക്കുകയാണ്. ഈ വീടുമായിട്ട് ബന്ധപ്പെട്ടതല്ല, സുമേഷ് എന്ന് പറയുന്ന ഒരു പേര് കർത്താവിനെ കാണിക്കുകയാണ്. ഈ സുമേഷിൻ്റെ ഭവനത്തിൽ സുമേഷിൻ്റെ കൂടെ തന്നെ ഇതേ ഒരു സഹോദരനെ കാണുന്നു. അധികം ഒരു ശരീരം, അധികം വണ്ണമില്ലാത്ത ഒരു ശരീരമുള്ള ഒരു മനുഷ്യനെ ഞാൻ കാണുന്നത്. ഈ സുമേഷിൻ്റെ ഭവനത്തിൽ ഒരു സഹോദരനെയും കൂടെ ഞാൻ കാണുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കാണുന്ന ഒരു കാഴ്ച, ആ ഭവനത്തിൻ്റെ അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ ഒരു മുറിയാണ് ഞാൻ കാണുന്നത്. ആ മുറിയിൽ ഒരു അലമാര ഇരിപ്പുണ്ട്. ഒരു മങ്ങിയ ഗ്രീൻ പോലെ ഇരിക്കുന്ന കളറുള്ള ഒരു പഴയ ഒരു അലമാരിക്കകത്ത് മുകളിൽ ഒരു പെട്ടി വെച്ചേക്കുന്നുണ്ട്. ഒരു സൂക്കേഴ്സ് വെച്ചേക്കുന്ന ഒരു ഭവനമാണ് ഞാൻ കാണുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ആ ഒരു മുറിക്കകത്തിരിക്കുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട് കർത്താവ് ആ കുടുംബത്തെ ഒന്ന് സ്പർശിക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളത് റിലീസ് ചെയ്യുന്നപ്പോൾ എല്ലാ അന്ധകാരങ്ങളും കുടുംബം വിട്ട് മാറിപ്പോട്ടെ. അപ്പോൾ ഞങ്ങളിന്ന് പ്രാർത്ഥിച്ചെന്ന് അനുഗ്രഹിക്കുന്നപ്പോൾ കർത്താവിൻ്റെ വലിയ പ്രവൃത്തിയെ ദൈവം ചെയ്യുന്നല്ലോ, വലിയ കാര്യങ്ങളെ കർത്താവ് ഇന്ന് ചെയ്യുന്നല്ലോ.
യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഈ സമയത്ത് രോഗത്താൽ ഭാരപ്പെടുന്നവരെ നിർത്തരുത്, കൈയോടെ വെച്ച് യേശുവിൻ്റെ തിരുമുറിവിനാൽ എന്ന് പ്രാർത്ഥിച്ച് ദൈവാത്മാവ് ഇന്ന് കണ്ണിൻ്റെ കണ്ണാടിയൊക്കെ എടുത്ത് താഴോട്ട് വെച്ചിട്ട് ഒന്ന് എല്ലാ വർഷവും കണ്ണാടി മാറ്റാൻ നിൽക്കാതെ ഒന്ന് പ്രാർത്ഥിച്ച്, കുരുടൻ്റെ കണ്ണ് തുറക്കുവാൻ കഴിവുള്ള എൻ്റെ ദൈവം, മരിച്ചവരെ ഉയർപ്പിക്കുവാൻ കഴിവുള്ള യേശുവിനെ ഞാൻ ധരിച്ചിരിക്കുക. കൈയൊക്കെ എടുത്ത് വെച്ച് നിങ്ങളുടെ ശരീരത്തെ ആദ്യം ഒന്ന് സൗഖ്യം കണ്ടേ. കർത്താവെ, ഞങ്ങളിന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നപ്പോൾ യേശുവേ നന്ദി കർത്താവേ, യേശുവേ നന്ദി കർത്താവേ, യേശുവേ നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അടുത്തൊരു തലത്തിലേക്ക് ദൈവാത്മൻ പറഞ്ഞൊരു മിനി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നു. മിനിയുടെ ഹസ്ബൻഡിനെ ബിജു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് തൊടുന്നതായിട്ട് പറയുന്നു. ഇന്ന് രണ്ടു പേരെയും കർത്താവ് സ്പർശിക്കുന്നതായിട്ട് കാണുന്ന, ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് നാളുകളായി വന്നിരുന്ന ചില വിഷയങ്ങൾ, ആ കുടുംബത്തിലേക്ക് എത്ര നന്മ കൊണ്ട് കയറ്റി വെച്ചാലും മൊത്തവും തകർന്നു പോകുന്നൊരവസ്ഥ, അതിൻ്റെ അകത്തുനിന്ന് ഒരു മനുഷ്യൻ പോലും രക്ഷപ്പെട്ട് പുറത്തു പോകാൻ കഴിയാത്ത കുരുക്കുകളെ കിടക്കുന്ന കുടുംബത്തെ കർത്താവ് ഇന്ന് വിടുവിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലിയ പ്രവൃത്തിയെ നയിക്കുന്നല്ലോ. ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിച്ചു ബ്ലസ് ചെയ്യുന്നു. കർത്താവിൻ്റെ വഴികൾ തുറന്നു വരട്ടെ, നന്മയുടെ വാതിലുകൾ തുറന്നു വരട്ടെ. ഞങ്ങളിപ്പോൾ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പാ, ഇപ്പോൾ ഈ പ്രാർത്ഥന കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കട്ടെ, ജീവിതത്തെ മാറ്റിമറിക്കട്ടെ. ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ, പരിശുദ്ധാത്മാവ് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കർത്താവേ, അങ്ങയുടെ വലിയ കൃപ ചൊരിയുകയാണ്, വലിയ കൃപ ചൊരിയുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. എല്ലാവരും ഈ സമയത്ത് കൈവച്ചുകൊണ്ടിരുന്നു. രോഗത്തിൻ്റെ മേൽ വലിയൊരു അധികാരം നിങ്ങളുടെ മേൽ പകരുക യേശുവിൻ്റെ നാമം. ഞാൻ കാണുന്ന വലത്തെ കാലിൻ്റെ ഈ തൊടയുടെ ഭാഗത്ത് ചില സമയത്ത് ഭയങ്കരമായിട്ട് ഈ വലിച്ചിൽ പോലെ വന്നിട്ട് ഭയങ്കര, നമ്മൾ ഈ മസിൽ കയറുന്ന പോലെയല്ല, വല്ലാത്ത രീതിയിൽ ഇങ്ങനെ വേദന ചില സമയത്ത് അനുഭവപ്പെട്ടിട്ട് നടക്കാൻ പോലും കഴിയാത്ത ചില ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. അവിടെ കൈയെടുത്ത് വെച്ച് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് നിങ്ങളുടെ സൗഖ്യത്തിൻ്റെ സമയമാണ്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ തിരുമുറിവ് നമ്മുടെ ആരോഗ്യമാണ്. കർത്താവിൻ്റെ തിരുമുറിവ് നിങ്ങളുടെ അത്ഭുതമാണ്. യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് ദിവ്യ ആരോഗ്യമുണ്ട്, ദീർഘായുസുണ്ട്. ദിവ്യ ആരോഗ്യം, ദീർഘായുസ് നിങ്ങളുടെ അവകാശമാണ്. യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവ് ഇന്ന് ഓരോ വ്യക്തികളെ അങ്ങ് തൊടുന്നല്ലോ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പോൾ പരിശുദ്ധാത്മാവേ, ഇന്ന് ഈ ദിവസങ്ങളിൽ സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കടന്നുവർ വർധനവുണ്ടാകട്ടെ. ഈ ദിവസങ്ങളിൽ ഭാരപ്പെടുന്ന വിഷയങ്ങൾ അത്ഭുതമാകട്ടെ. ഈ ദിവസങ്ങളിൽ പരീക്ഷയ്ക്ക് വേണ്ടി പോകുന്നവർ യേശുവിൻ്റെ ഉന്നത ജയത്തെ കൽപ്പിക്കുന്നപ്പോൾ താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവിൻ്റെ വലിയ മഹത്വം എന്ന് അവിടെ വെളിപ്പെടുന്നല്ലോ. കർത്താവിൻ്റെ വലിയ പ്രവൃത്തി എന്ന് അവിടെ ദൈവം ചെയ്യുന്നല്ലോ. അപ്പ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ഓരോ വ്യക്തികളെയും കർത്താവ് സ്പർശിച്ചവരെ സാക്ഷിയാക്കി മാറ്റുന്നല്ലോ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പാ. കർത്താവ് അങ്ങയുടെ വലിയ കൃപ ഇന്ന് അവിടെ ചൊരിയുന്നല്ലോ. വലിയ പ്രവൃത്തിയെ കർത്താവ് ചെയ്യുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവ് അതിരുകൾ വിസ്താരമാകട്ടെ, അതിരുകൾ വിസ്താരമാകട്ടെ. ഞാനൊരു ഒരു 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 കർത്താവിനോട് പറയുന്നു, ചില കുടുംബത്തിൻ്റെ മേലേക്ക് കർത്താവിൻ്റെ ചില പ്രവൃത്തികൾ വെളിപ്പെട്ടിട്ട് കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തെ തന്നെ മാറ്റുന്ന രീതിയിൽ ദൈവം ചില പ്രവൃത്തികളെ ചെയ്യുവാൻ വേണ്ടി പോകുന്നു. കർത്താവ് എന്ന കുടുംബത്തിൻ്റെ മേലേക്ക് വലിയൊരു അന്തരീക്ഷം തന്നെ ചേഞ്ചാക്കാൻ വേണ്ടി പോവുക. ഞാൻ കാണുന്നൊരു കാഴ്ച, കുടുംബത്തിൻ്റെ അകത്ത് കർത്താവിൻ്റെ അന്തരീക്ഷം മാറുമ്പോൾ തന്നെ ആ കുടുംബത്തിൻ്റെ മേൽ സന്തോഷത്തിൻ്റെ അന്തരീക്ഷങ്ങൾ ഉണ്ടായി വരികയാണ്. ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഓരോ മക്കളെയും ബ്ലസ് ചെയ്യുന്നപ്പോൾ കർത്താവ് ശരീരത്തിൻ്റെ മേൽ വിടുതൽ സംഭവിക്കട്ടെ. ആ കാഴ്ച ഞാൻ പറഞ്ഞില്ല, കണ്ണാടിയൊക്കെ വെക്കുന്നവർ എല്ലാ ദിവസവും പറയണം, കർത്താവ് എൻ്റെ കാഴ്ച വർദ്ധിപ്പിച്ച് നാമേ, എൻ്റെ കാഴ്ച ഞാൻ കണ്ണാടി ഇല്ലാതെ കാണും. ഞങ്ങൾ വാർദ്ധക്യത്തിലൂടെ പോകുന്നവരാണെങ്കിൽ പ്രായമായി ഇനി മുട്ടിന് തേയ്മാനമാണ്, കാലുവേദനയാണെന്നൊക്കെ പറഞ്ഞിരിക്കാതെ കൈവച്ചേ നിങ്ങൾക്ക് ആരോഗ്യത്തോടെ വയസ്സാം കാലത്തും കർത്താവിൻ്റെ ദിവ്യ ആരോഗ്യത്തിൽ നടക്കാൻ പറ്റും. കാര്യം മോശയെ ദൈവം നടത്തി. പഴയ നിയമത്തിൽ യേശു വരാത്ത കാലഘട്ടത്തിൽ മരുഭൂമിയിൽ 80 വയസ്സുള്ള മനുഷ്യനെ പിന്നെയും 40 വർഷം ദൈവം നടത്തിയെങ്കിൽ നിങ്ങളെയും എത്ര അധികം ദൈവത്തിന് നടത്താൻ പറ്റും. കൃപാ കാലഘട്ടമാണിത്. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നമ്മളെ സമൃദ്ധമായിട്ട് നടത്തുന്നല്ലോ. ദൈവത്തിൻ്റെ വലിയ പ്രവർത്തികൾ നമ്മുടെ നടുവിലുണ്ടല്ലോ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. ഈ സമയത്ത് സാക്ഷ്യങ്ങളുടെ സമയമാണ്. ആർക്കെങ്കിലും ദൈവസന്നിധിയിൽ സാക്ഷ്യങ്ങൾ പറയുവാനുണ്ടെങ്കിൽ അതിനുള്ള സമയമാണ്. ദൈവിക ആലോചന ഇടപെട്ടിട്ടുണ്ടെങ്കിൽ, ഒരേ ആലോചന ഇടപെട്ടവരുണ്ടെങ്കിൽ അത് ഏറ്റെടുത്തോണം. ഈ സമയത്ത് ആർക്കെങ്കിലും ദൈവപ്രവർത്തികൾ, ഞാൻ ഇന്നലെയൊക്കെ പറഞ്ഞിരുന്നു, നിങ്ങൾ ഒരുമിച്ച് മ്യൂട്ട് മാറ്റരുത്. ഒരുമിച്ച് മ്യൂട്ട് മാറ്റിയാൽ നിങ്ങൾക്ക് ഒരുമിച്ച് സംസാരിക്കാൻ കഴിയത്തില്ല, നെറ്റ്വർക്ക് ജാമാവും.
ഇന്നലെ നമ്മുടെ സാക്ഷ്യങ്ങൾ മുഴുവിക്കാൻ കഴിയാതെ പ്രാർത്ഥന നിർത്തേണ്ടി വന്നു. കാര്യം ഒരേപോലെ തന്നെ ആൾക്കാർ സംസാരിക്കുന്നുണ്ട്, ജാമായി പോകുന്നു. അതുകൊണ്ട് ഈ സമയത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഇല്ലെങ്കിൽ നമ്മൾ വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റു പറയാൻ വേണ്ടി പോവാണ്. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ഹലോ ബ്രദർ, എന്റെ പേര് സ്മിത എന്നാണ്. ഞാൻ ഇന്നലെ എന്റെ കുടുംബ വീടിന്റെ ഹൗസ് വാമിംഗ് ആയിരുന്നു. അപ്പോഴ് ഞാൻ ഒറ്റയ്ക്കാണ് വിശ്വാസത്തിൽ വന്നത്. ഞാൻ നേരത്തെ ബ്രദറിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേ എന്റെ വീട്ടിൽ ചെന്നപ്പോൾ എന്റെ ചേച്ചിയുടെ മോളുടെ കുഞ്ഞിന് തീരെ വയ്യ. അവരെ എടുത്തുകൊണ്ട് നടക്കുവാണ്. രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇങ്ങനെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടന്നതാ കണ്ടത്. അപ്പോഴും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനൊക്കെ പോകുന്നു. ഇവർക്കൊന്നും പ്രാർത്ഥനയോട് വലിയ വിശ്വാസമൊന്നുമില്ല. അപ്പോഴും ഞാൻ പറഞ്ഞ് കുഞ്ഞിന് ഏതാണ്ട് 3 വയസ്സുണ്ട്, ഞാൻ ഇച്ചിരി ചോറ് കൊടുക്കാന്ന് പറഞ്ഞ് ഞാൻ ചോറ് എടുത്തിട്ട് അത് എന്റെ അച്ഛൻ എല്ലാവരും കണ്ട് അതിൽ മുമ്പ് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ മോന് ചോറ് കൊടുത്ത മാത്രമേ ഞാൻ പറയാം അപ്പച്ച അത് ഇവര് അത്ഭുതത്തോടെ കാണുന്നുണ്ട്, ദൈവം ഇടയാക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാ കൊടുക്കുന്നേ. പക്ഷെ കൊടുത്ത മാത്രയിൽ തന്നെ കുഞ്ഞ് പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് എന്റെ കൈ പോലും ഇരിക്കാതെ അവൻ ഓടി. ഭയങ്കര കണ്ടിട്ട് പോലും എനിക്ക് ഭയങ്കര അത്ഭുതമായി പോയി ബ്രദറെ. അന്നേരം എന്റെ അച്ഛൻ പറഞ്ഞുണ്ടോ പ്രാർത്ഥിച്ചതിന്റെ ശക്തിയാന്നല്ലേ, എന്നെയും കൂടെ ഒന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ എന്റെ വീട്ടിലുള്ള എല്ലാരെയും പ്രാർത്ഥിക്കാൻ ദൈവം എനിക്ക് അവസരം തന്നു. എല്ലാ മഹത്വം എന്റെ യേശുവിന്. ആമേൻ. നന്ദി കർത്താവെന്ന് പ്രിയമകളെ, കർത്താവെന്ന് പ്രാർത്ഥിക്കുവാനും വലിയൊരു ദൈവപ്രവൃത്തി ഉടനടി കാണുവാനും ആ കുടുംബത്തെ കർത്താവ് ഇടയാക്കിയല്ലോ. നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഹലോ ബ്രദർ. ഹലോ, പറഞ്ഞു ഇവിടെ നമ്മളുടെ വീടിന്റെ പരിസരത്ത് ഒരു അമ്മൂമ്മ 87 വയസ്സായി. ഭയങ്കര സീരിയസ് ആണ്. അവർക്ക് ബ്രസ്റ്റിലൊക്കെ ക്യാൻസർ ഉണ്ട്. ഇപ്പോഴാണ് അറിഞ്ഞത്. ലിവറിലൊക്കെ ക്ലിപ്പ് ഇട്ടിരിക്കുകയാണ്. നമ്മുടെ പാലക്കാട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പിന്നെ ട്യൂബൊക്കെ ഇട്ടിട്ടാണ് വെള്ളം എല്ലാ ഭക്ഷണമൊക്കെ ലിക്വിഡൊക്കെ കൊടുക്കുന്നത്. ഓക്സിജനൊക്കെ അങ്ങനെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. സീരിയസ് ആയിരുന്നു. അപ്പൊ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരുപാട് ഒന്നും പറയാൻ പറ്റില്ല. അവരുടെ കണ്ടീഷനിലായിരുന്നു. ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഇപ്പൊ നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട്. പക്ഷെ സംസാരിക്കാത്ത ആ വ്യക്തി ഇപ്പൊ സംസാരിക്കാൻ തുടങ്ങിയത് ഇന്നലെ ഞാൻ വൈകുന്നേരത്ത് അറിഞ്ഞു ബ്രദർ. ഒരുപാട് നന്ദി. ഒരുപാട് ദൈവത്തിന് നന്ദി പറഞ്ഞു. അതേപോലെ ഇന്നലെ ഞാൻ ഒരുപാട് വയ്യ. എന്റെ മൊബൈലും രാവിലെ ഒരുപാട് പ്രശ്നമായി. എനിക്കൊന്ന് സൂം മീറ്റിംഗ് കേൾക്കണമല്ലോ, കാണാനല്ലോ. ദൈവമേ, ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിഞ്ഞിരുന്നു. ആ സമയമാകുമ്പോഴേക്കും കറക്റ്റ് ആയി തന്നു. അതേപോലെ എന്നേക്കും അതേപോലെ ഉണ്ടായിരുന്നു. അത് ഒരു കുഴപ്പമില്ലാണ്ട് ആക്കി തന്നു. വലിയൊരു നന്ദി ദൈവത്തിന്. നന്ദി, എത്ര നന്ദി പറഞ്ഞാലും പോരാ. എനിക്ക് തീർച്ചയായിട്ടും കർത്താവ് കൊടുത്ത സൗഖ്യത്തിൽ തന്നെ പ്രിയമൾക്ക് വേണ്ടി. കാരണം പറഞ്ഞുകൊള്ളുന്ന അത്രയും വലിയൊരു കണ്ടീഷനിലായിരുന്നു, ക്യാൻസർ വന്ന് ബുദ്ധിമുട്ടായിരുന്നു. അത്രയും വലിയ ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിന്നും കർത്താവിന് കുറേ പ്രിയമുകളെ പ്രാർത്ഥിച്ചു അവർക്ക് വേണ്ടി. കർത്താവ് ഇന്ന് വലിയൊരു സൗഖ്യത്തെ കൊടുത്ത് വലിയൊരു മാറ്റം കാണുവാൻ ദൈവം ഇടയാക്കി. അതോടൊപ്പം തന്നെ കർത്താവ് ഇന്ന് കൂട്ടായ്മ ആചരിക്കുവാൻ ദൈവം സഹായിച്ചല്ലോ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ ഒരു തന്നെ. കാര്യം പറയാനുണ്ട്. ഒരു വചനം തരണം. എന്തിനാണ് അറിയോ? നമ്മുടെ മോള് എക്സാം എഴുതുകയാണ്, PSC എക്സാം എഴുതി. ആ കുട്ടിക്ക് എത്രയും പെട്ടെന്ന് ഗവൺമെന്റ് ജോലി വയ്ക്കണം. നല്ലൊരു ആഗ്രഹമാണ്. ആ കുടുംബത്തിനെ രക്ഷിക്കണം എന്നുള്ളത്. അവര് ഭർത്താവിനെ രക്ഷിക്കണം പറഞ്ഞു. പക്ഷെ എക്സാം ഇപ്പൊ എഴുതിയതില് 81 മാർക്ക് വേണം. പക്ഷെ കുട്ടിക്ക് 77 മാർക്കേ കിട്ടിയുള്ളൂ. അത്ര ഫെബ്രുവരി 23 എഴുതിയതാണ്, 2023. അതിന്റെ റിസൾട്ട് ഇന്നാണ് വന്നത്. അപ്പൊ ഒരുപാട് ഭാരപ്പെട്ടു. ഞാൻ പറഞ്ഞു ടെൻഷൻ ആവണ്ട, ഒക്കെ ദൈവം നടത്തി തരും. ടെൻഷൻ. അപ്പൊ ഒരു വചനം പറഞ്ഞു തന്നാൽ ഞാൻ കുട്ടിക്ക് അയച്ചു കൊടുക്കാം. നമ്മൾ ഫിലിപ്പിയ ലേഖനത്തിലെ വാക്യമാണ്, എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം ആരെങ്കിലും ആ വാക്യം അയച്ചു കൊടുക്കണം. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിലെ വാക്യമാണ്. കർത്താവ് ആ വാക്യം പറഞ്ഞ് പ്രാർത്ഥിക്കുക. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാൻ? ഹലോ ബ്രദർ. ടോംസ് പോസ്റ്റ് ആക്കിയിട്ടുണ്ട്. പറഞ്ഞോ. ഹലോ, കേൾക്കുന്നുണ്ട് സിസ്റ്റർ, പറഞ്ഞു. ഒരു ദൈവാലോചന നേരത്തെ ബ്രദർ പറഞ്ഞു തന്നാണ്. ഇത് ചിന്നു എന്ന് വിളിപ്പേരുള്ള ഒരു കോച്ചിനെ തൊടുന്നു എന്ന് 2 ആഴ്ചക്ക് മുമ്പേ 2-3 പ്രാവശ്യം ഇങ്ങനെ പറയാനുണ്ടായിരുന്നു. പക്ഷെ അത് വേറെ പലരും ഏറ്റെടുത്തു. പക്ഷെ ഞാനും അപ്പോഴ് പറഞ്ഞില്ല. എങ്കിലും ഞാൻ ഏറ്റെടുത്തു. എന്റെ മോളെ ദൈവം തൊടുന്നു എന്ന്. അവള് PGക്ക് വേണ്ടിയിട്ട് അഡ്മിഷന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. കേൾക്കുന്നുണ്ടോ ബ്രദർ? കേൾക്കുന്നുണ്ട് സിസ്റ്റർ, പറഞ്ഞു. കാത്തിരിക്കുകയായിരുന്നു. പക്ഷെ അവൾക്ക് ആദ്യം PGക്ക് ഒരു അഡ്മിഷൻ കിട്ടിയത് ആലപ്പുഴയിലാണ്. നമ്മളെ തിരുവനന്തപുരം ജില്ലയിലുള്ളതാണ്. അപ്പം ആലപ്പുഴയിൽ അവിടെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കണമെന്ന് പറഞ്ഞ അഡ്മിഷൻ പക്ഷെ എടുത്തു. എങ്കിലും ആ അഡ്മിഷൻ എടുത്ത് വീട്ടിൽ വന്നപ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ആ അഡ്മിഷനെ ഞാൻ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഈ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ പോയി വന്ന് പഠിക്കാൻ നടക്കുന്ന ഒരു അഡ്മിഷൻ അവൾക്ക് ലഭിക്കണം എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. പക്ഷെ തിരുവനന്തപുരം ജില്ലയിലും ഒരു സ്പോട്ട് അലോട്ട്മെന്റിന് വിളിച്ചപ്പോഴേ അവിടെ പോയപ്പോഴും ഇവൾക്ക് സീറ്റ് ഇല്ലായിരുന്നു. എങ്കിലും വീണ്ടും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിന്നീട് കൊല്ലം ജില്ലയിൽ ഇന്ന് സ്പോട്ടിന്റെ അഡ്മിഷൻ നടന്നു.
അവിടെ പോയപ്പോൾ അവൾക്ക് ഇന്ന് അവിടെ അഡ്മിഷൻ കിട്ടി. തിരുവനന്തപുരം ജില്ലയോട് അനുബന്ധിച്ച് അടുത്തുള്ള ഒരു പത്തനാപുരത്തിനടുത്തുള്ള ഒരു കോളേജിലാണ് അവൾക്ക് ഇന്ന് അഡ്മിഷൻ എടുക്കാൻ ദൈവം സഹായിച്ചത്. അതിന് ദൈവത്തിന് കോടാക്കോടി നന്ദി പറയുന്നു. കാരണം അവള് BEd കഴിഞ്ഞിട്ട് ഇത്രയും നാളും പഠിച്ചിട്ടും ഒരു ഹോസ്റ്റലിൽ ഒന്നും പോയി പഠിച്ചതല്ല. അതുകൊണ്ട് പോയി നിന്ന് പഠിക്കണമെന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമം തോന്നി. അതുമല്ല, അവള് നമ്മുടെ CSI പള്ളിയില് ഒരു കപ്പിയാര് ജോലി ചെയ്യുന്ന മകളാണ്. അവള് പള്ളിയിലെ വൃത്തിയാക്കുകയും പിന്നെ മൈക്ക് സെറ്റിന് ഒക്കെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അവളാണ്. അപ്പോഴ് ഇത് അവൾക്ക് ഹോസ്റ്റലിൽ വല്ലതും പോയി നിന്ന് പഠിച്ചാൽ പിന്നെ ഈ കാര്യം ചെയ്യാൻ പറ്റാതെ വരും. അങ്ങനെ വലിയ ഒരു വിഷമത്തിലായിരുന്നു. പക്ഷെ ഇന്ന് ദൈവം അവൾക്കൊരു അത്ഭുതം ചെയ്തിരിക്കുന്നു. അവൾക്ക് പോയി പഠിക്കാൻ പറ്റും എന്ന് തന്നെ വിചാരിക്കുന്നു. ആമേൻ. ദൈവം തീർച്ചയായിട്ടും കർത്താവ് തുറന്ന വഴിക്കെന്ന് പ്രിയസ് പറഞ്ഞു. അതിന് സാഹചര്യം അവർക്ക് എതിരായിരുന്നു. പക്ഷേ കർത്താവിൻ്റെ നാമത്തിൽ വിശ്വാസത്തോടെ അവകാശം പറഞ്ഞ് പ്രാർത്ഥിച്ചു. തൊട്ടടുത്ത് തന്നെ അത് ലഭിക്കുവാൻ ഇടയായി തീർന്നു. അപ്പം നമ്മൾ സാഹചര്യത്തെ നോക്കരുത്, നമ്മുടെ കയ്യിൽ വിശ്വാസമുണ്ട്, അത് ഉപയോഗിക്കുക എന്ന് കേട്ടതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും കർത്താവ് അനുകൂലമാക്കി കിട്ടുവാൻ ഇടയായി തീർന്നു. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ഇനിയും പ്രാർത്ഥിക്കുക, കർത്താവ് അത് അങ്ങനെ തന്നെ ചെയ്യുവാൻ ഇടയായി തീരും. ആമേൻ. ഹല്ലേലൂയ. ബ്രദറെ പറഞ്ഞു ബ്രദറെ സ്തോത്രം. ഞാൻ ബാലരാമപുരത്തുനിന്ന് വിളിക്കുന്നതാണ് ബ്രദറെ. എന്റെ ഭർത്താവ് 2.5 വർഷത്തിന് മുമ്പ് ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ കെട്ടിടത്തിന്റെ ഉയർന്ന് വീഴുന്നു, സ്തംഭിച്ച് കിടപ്പിലാണ്. പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും സിസ്റ്റർ. ഇപ്പം തന്നെ നിങ്ങളുടെ സിസ്റ്റർ എല്ലാ ദിവസവും വചനം കേട്ട് കൈവച്ച് ഹസ്ബൻഡിന് വേണ്ടി പറഞ്ഞോണം. കർത്താവായ യേശുവിൻ്റെ തിരുമുറിവ് എൻ്റെ ഹസ്ബൻഡിനെ എണീപ്പിക്കും. കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങളത് വിശ്വസിക്കുക. ഞാനിപ്പോൾ ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കാം. എന്നിട്ട് കൈ വെച്ച് പറഞ്ഞോണം, കർത്താവ് ഈ മകന് വേണ്ടി വില കൊടുത്തതാണ്. കർത്താവിൻ്റെ മുറിവ് എൻ്റെ ഹസ്ബൻഡിനെ എണീപ്പിച്ച് നടത്തും. ഞാനിപ്പോൾ ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കാം സിസ്റ്റർ. സ്വർഗീയ നല്ല പിതാവ്, ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ കൈവച്ച് സിസ്റ്ററെ പറഞ്ഞോണം, കർത്താവ് ഞങ്ങളുടെ തിരുമുറിവിനാൽ ഇന്ന് ആരോഗ്യമുണ്ട്. കർത്താവിൻ്റെ തിരുമുറിവിനാൽ, യേശുവിൻ്റെ മുറിവിനാൽ അത്ഭുതമുണ്ട് എന്ന് തന്നെ പറഞ്ഞോണം. ആ മകൻ എണീറ്റ് വരും. ഞങ്ങളിപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്ന അപ്പോൾ ആ ശക്തി വ്യാപരിക്കട്ടെ, ചാടി എണീക്കട്ടെ, രോഗബന്ധനങ്ങൾ അഴിയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ് തൊട്ട് വിടുവിക്കുന്ന നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും സാക്ഷ്യം പറയാനുണ്ടോ? സാക്ഷി പറയാനാണ്. പറഞ്ഞു. ഒരു മിനിറ്റ്, ആവശ്യമില്ലാതെ സംസാരിക്കുന്നത്. തോമസ് പറയുന്ന ഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. പറഞ്ഞു. എന്റെ പേര് ശിവകല എന്നാണ്. ഞാൻ ഇതിനു മുമ്പും സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ്. എനിക്ക് 19-ാം തീയതി 14-ാം തീയതി എന്റെ കയ്യില് പിന്നെ ഇടത് കൈയുടെ ഈ മുട്ടിന്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു നീര്, അത് ഒരു സാധനം മേടിച്ചിട്ടുണ്ടോ എന്നപ്പോ ഞാൻ വിചാരിച്ചു അങ്ങനെ വന്നതായിരിക്കും. അപ്പൊ അന്ന് വൈകിട്ട് എന്തോ ഉപ്പുള്ളോ എന്തൊക്കെ ഞാൻ കോരി ഒഴിച്ചു. പക്ഷെ ആ കൈ നല്ല ഭയങ്കര നീരായി. അപ്പോ ഉപ്പുവെള്ളം ഒഴിച്ചപ്പോഴത്തേക്കും അത് കല്ലിക്കുകയും ചെയ്തു. അപ്പോ പിന്നെ എനിക്ക് ബ്ലൗസ് ഇടാനോ അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്തായാലും കർത്താവിന്റെ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു. അതിന്റെ ഫലമായിട്ട് ഇന്നത് പൂർണ്ണമായിട്ടും എനിക്ക് മാറി. അങ്ങനെ ഞാൻ സാക്ഷ്യം പറയായിരുന്നു. ആമേൻ. തീർച്ചയായിട്ടും കർത്താവ് അങ്ങ് സൗഖ്യമാക്കിയതിന് നന്ദി. പ്രിയമകളുടെ കർത്താവ് ബുദ്ധിമുട്ടിനെ വിടുവിച്ചതിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹലോ ബ്രദറെ. ബ്രദറെ, ഞാൻ റീറ്റയാണ് സംസാരിക്കണേ. ഇന്നലെ ഞാനൊരു സാക്ഷ്യം പറഞ്ഞിരുന്നു എന്റെ മോളുടെ ഇത്. ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച നല്ല ഡിസ്റ്റർബൻസ് ആണ് ബ്രദറെ. ഒരു സെക്കൻഡ്. ഈ പി എന്നുള്ളത് ആരാണ്? ഈ പി എന്ന് എഴുതിയേക്കുന്ന ആളാരാ? എപ്പോഴും ചുമ്മാ മ്യൂട്ട് ഓൺ ആക്കി സംസാരിക്കുന്നത്. പി എന്ന് എഴുതിയേക്കുന്നത് അദ്ദേഹം ഒന്ന് മ്യൂട്ട് ചെയ്യണം. പറഞ്ഞു സിസ്റ്റർ, കേൾക്കുന്നുണ്ട്. റീറ്റ സൗരി പറഞ്ഞു, കേൾക്കുന്നുണ്ട്. ബ്രദറെ, ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച വയ്യാണ്ടായിട്ട് കിടക്കണതാണ്. എനിക്ക് എന്താണെന്ന് അറിയില്ല, ഭയങ്കര ഒരു പനി വന്നു. ആ പനി വന്നതോടുകൂടി ലൂസ് മോഷനും ഇതൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര ക്ഷീണമായി, ഭയങ്കര അവശതയായി. അതിന്റെ ഇടയിലാണ് മോള് പോണത്. കാര്യങ്ങളൊക്കെ എനിക്ക് ഭംഗിയായി. പക്ഷെ എനിക്ക് ആ പനി കഴിഞ്ഞപ്പോൾ എനിക്ക് എഴുന്നേറ്റ് നടക്കാനോ നിൽക്കാനോ ഒന്നും ഭയങ്കര അവശത. ഇന്ന് ബ്രദർ ഞാൻ കിടക്കുമ്പോൾ തന്നെ കിടന്നിട്ടാണ് ഇന്നലെയൊക്കെ വചനം കേട്ടിരുന്നത്. എല്ലാ ദിവസവും ഞാൻ ഡയറിയിൽ വചനം എഴുതി വെക്കുന്ന അതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റണ്ടായിരുന്നില്ല. ഇന്നിപ്പോ ഈ ബ്രദർ പ്രാർത്ഥനയുടെ മുമ്പ് പ്രാർത്ഥിച്ചു. അവശതയായിട്ട് ശാരീരികമായിട്ട് ഭയങ്കര ക്ഷീണം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇത് ചെയ്തപ്പോൾ അത് ഞാൻ ഏറ്റെടുത്തു. ഇപ്പൊ എനിക്ക് ഭയങ്കര എന്റെ ശരീരത്തിന് ഭയങ്കര ഒരു ഉഷാറ് തോന്നുകയാണ്. അത് അറിയിക്കാൻ വേണ്ടിട്ട് ഞാൻ ഭയങ്കര ശക്തി കിട്ടിയ മാതിരി എനിക്ക് തോന്നുക. എന്റെ വയറാണ്, എനിക്ക് ഭക്ഷണം കഴിക്കാനൊന്നും പറ്റിയിരുന്നില്ല.
എന്നാ വീട്ടിൽ ബാക്കി എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. പക്ഷെ എന്നെ മാത്രം ഇങ്ങനെ എന്തോ തളർത്തിയിട്ടേക്കണ മാതിരി ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്ക്. ഈ ഒരു പ്രാർത്ഥിച്ച് ഇത് കഴിഞ്ഞ പിന്നെ എനിക്ക് ഭയങ്കര ഒരു മാറ്റം പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ബ്രദറെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് സൗഖ്യമാക്കി നന്ദി, വിടുവിച്ചതിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. എനിക്കൊരു സാക്ഷ്യം ടോമസ് പറയാം പറഞ്ഞു. ടോമസ് വേറെ പി എന്ന് പറഞ്ഞ ആളെ ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ആ പി എന്ന് പറഞ്ഞ ആളെ ഒന്ന് മ്യൂട്ട് ചെയ്യണം. ആവശ്യമില്ലാതെ മ്യൂട്ട് മാറ്റുവാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാൻ? ബ്രദർ, പറഞ്ഞു. കാലിന്റെ വലത്തുകാലിന്റെ തൊട സൈഡില് വേദനയുടെ കാര്യം പറഞ്ഞു. എനിക്കത് ഒത്തിരി നാളുകൊണ്ട് കടച്ചില് പോലെ, കുറച്ചു നേരം നിൽക്കാൻ പറ്റത്തില്ല. തേയ്മാനവും ആർത്രൈറ്റിസും എല്ലാം ഉണ്ട്. എങ്കിലും അത് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. ദൈവമാണ് എന്നെ ഇത്ര നാളും നടത്തിയത്. അത് തീർച്ചയായിട്ടും ദൈവം കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും കൈ വെച്ചിട്ട് ഏറ്റെടുത്തോണം. കർത്താവിന്റെ തിരുമുറിവിനാൽ ഞാൻ ആ സൗഖ്യത്തെ ഏറ്റെടുക്കുന്നു മാത്രം പറയുക. കർത്താവ് അത് മാറ്റിയിരിക്കുന്നു കേട്ടോ. അതുപോലെ എന്റെ മോളില് പിന്നെ ഓവറായിട്ട് വണ്ണം വെച്ചു. അവളെ എത്ര പ്രാർത്ഥിക്കാനിരുന്നാലും പഴയതുപോലെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. അതുപോലെ പഴയതുപോലെ ഡയറ്റിന്റെ അടുക്കല് ഒരു ആർത്തി പോലെ വരുക. ഞാനത് ദൈവസന്നിധിയിൽ ഞാനത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും കർത്താവ് അതിന്റെ മേൽ വിടുവിക്കും. പ്രാർത്ഥിച്ചോണം. കർത്താവ് നമ്മുടെ ശരീരത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചോണം. കർത്താവിന്റെ ആരോഗ്യവും ബലവും ഉണ്ടാവട്ടെ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? മറ്റാരെങ്കിലും സാക്ഷ്യം പറയാനുണ്ടോ? പറഞ്ഞു. പാസ്റ്റർ നേരത്തെ പറഞ്ഞില്ലേ ശരണ്യ എന്ന് പറഞ്ഞില്ലേ, അപ്പൊ അവരുടെ കുടുംബത്തിൽ തന്നെ ഒരു സഹോദരനുണ്ട്, എസ് കൂട്ടിയിട്ട് പറഞ്ഞ അത് ചേച്ചി മോളാണ്. അപ്പൊ ഇന്നാളൊരു പാസ്റ്റർ പറഞ്ഞായിരുന്നു ആ കുടുംബത്തെ സ്പർശിക്കുവായിരുന്നു. അപ്പൊ ഞാൻ അവരെ വിളിച്ചു പറഞ്ഞു. പക്ഷെ അവരുടെ സഹോദരൻ തീരെ ഭയങ്കര എതിർപ്പിലാണ് നിൽക്കുന്നത്. ഞങ്ങളൊക്കെ വിശ്വാസത്തിലേക്ക് വന്നപ്പോ, ഞങ്ങൾ ഹിന്ദു കുടുംബത്തിന് വന്നപ്പോ അത് ഭയങ്കര എതിർപ്പിലാണ് നിൽക്കുന്നത്. അപ്പൊ അവരോട് ഇത് പറഞ്ഞാൽ അവര് വിശ്വസിക്കില്ല പാസ്റ്റർ. അപ്പൊ എന്ത് ചെയ്യും? ഞാൻ അവരുടെ സഹോദരിനെ വിളിച്ച്, ചേച്ചിന്റെ മോളെ വിളിച്ചു വേണം ഞാൻ പറയാതെ. അവര് വിശ്വസിക്കില്ല, വേദനിക്കില്ല. പ്രാർത്ഥിച്ചാൽ മതി. കർത്താവ് എന്ന കുടുംബത്തിന്റെ മേൽ പ്രവർത്തിപ്പാൻ ശക്തനാണ് കേട്ടോ. നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. കർത്താവുള്ള അവസരങ്ങളെ ദൈവം ഒരുക്കും. ബ്രദർ, ഒരു കാര്യം ചോദിച്ചോട്ടെ, UK എപ്പോഴാ വരുന്നത്? UK എപ്പോഴാ വരുന്നത്? ഞാനിപ്പോ UK സിസ്റ്ററെ. ബ്രദറെ, എനിക്കൊരു സാക്ഷ്യം പറയാനാ. പറഞ്ഞു. എനിക്ക് UK ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുമോ? പറ്റും സിസ്റ്റർ. നമ്മുടെ വാട്സാപ്പിലേക്ക് ബന്ധപ്പെട്ടാൽ മതി കേട്ടോ. വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. വാട്സാപ്പിൽ എനിക്ക് ഒന്നും ആൻസർ കിട്ടുന്നില്ല. വാട്സാപ്പിൽ അയച്ചു സിസ്റ്റർ. വാട്സാപ്പിൽ നോക്കണം കേട്ടോ. പ്രയർ റിക്വസ്റ്റ് നോക്കണം കേട്ടോ. ഒരു മിനിറ്റ്. പി എന്ന് പറയുന്ന ആളാരാ? തിരുതര മ്യൂട്ട് മാറ്റി പറഞ്ഞു. ബ്രദറെ, എന്റെ പേര് മിനി എന്നാണ്. ബ്രദർ കുറച്ചു മുമ്പ് ഒരു ആലോചന പറഞ്ഞിരുന്നു. മിനിനെ സ്പർശിക്കുന്നു. ഹസ്ബൻഡിന്റെ പേര് ബിജു എന്ന് പറഞ്ഞു. ഏറ്റെടുത്തു സിസ്റ്ററെ. കർത്താവിന്റെ കുടുംബത്തിന്റെ മേൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയെ കർത്താവ് അയക്കാൻ വേണ്ടി പോവാണ്. പ്രാർത്ഥനയോടെ തന്നെ ഇരുന്നു കേട്ടോ. ഹലോ ബ്രദറെ. പറഞ്ഞു. കേൾക്കുന്നുണ്ട്. ബ്രദറെ, നേരത്തെ പറഞ്ഞില്ലേ പണി തീരാത്തൊരു വീട്, അതിനടുത്തൊരു തറ കെട്ടി വെച്ചിട്ടുണ്ടെന്ന്. അപ്പോ അത് ഞങ്ങളൊരു വീട് പണിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. പണി തീരാത്ത വീട് എന്റെ അനിയത്തിന്റെ വീടാണ്. അതിന്റെ അടുത്താണ് തറ കെട്ടിയിട്ടുള്ളത്. അത് ഞാൻ ഏറ്റെടുക്കുന്നു. പിന്നെ ഒരു പ്രധാനപ്പെട്ട ബ്രദറെ, മിനി ബിജു ഞാനാണ്. ഞാൻ പറഞ്ഞില്ല, ആലോചന ഏറ്റെടുക്കുക. കർത്താവ് ഏറ്റെടുത്തു സിസ്റ്റർ. കർത്താവ് അത്ഭുതമാക്കി. വലത്തുകാലിന്റെ വലിച്ചിലും വേദന എനിക്കുണ്ട്. ഏറ്റെടുത്ത സിസ്റ്റർ. കർത്താവിന്റെ തിരുമുറി കൈ വെച്ചോണം. കർത്താവിന്റെ മുറിവിൽ എനിക്ക് ആരോഗ്യം വന്നിരിക്കുന്നു പറഞ്ഞോണം. അത് പൂർണ്ണ സൗഖ്യത്തിലേക്ക് കർത്താവ് മാറ്റും കേട്ടോ. ഗോഡ് ബ്ലസ് യു. ഹലോ ബ്രദറെ, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. ഞാനിപ്പം 5-6 മാസമായി ബ്രദറിന്റെ ഈ സൂം മീറ്റിങ്ങിലൊക്കെ ജോയിൻ ചെയ്തിട്ട്. അപ്പം ഞാൻ ആദ്യമേ ഒരു പ്രയർ റിക്വസ്റ്റ് അയച്ചായിരുന്നു ബ്രദറിന്. എൻ്റെ മകള് 5 വർഷമായി മാരേജ് കഴിഞ്ഞിട്ട് ഇതുവരെയും ഒരു കുഞ്ഞുങ്ങളുണ്ടായില്ല. തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അപ്പൊ ബ്രദർ എനിക്കൊരു വചനം അയച്ചായിരുന്നു. സങ്കീർത്തനം 127-3 വാക്യം.
മക്കളെ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലമാവുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ ആ ദിവസം ആ വാക്യം തന്നെ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവം സഹായിച്ച് അത് അവൾക്കുള്ള അസുഖം ഡോക്ടേഴ്സ് എല്ലാം ടെസ്റ്റ് ചെയ്തിട്ട് ഒരു രീതിയിലും മാനുഷിക നിലയിൽ അത് അവള് പ്രഗ്നന്റ് ആകുമെന്ന് ഡോക്ടേഴ്സിന് യാതൊരു രീതിയിലും പറയാൻ പറ്റുന്നില്ലായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ കൃപ, ദൈവം അത്ഭുതം ചെയ്തു. അവള് പ്രഗ്നന്റ് ആയെന്ന് കഴിഞ്ഞ ദിവസം അവള് ഞങ്ങളെ വിളിച്ചറിയിക്കാനിടയായിരുന്നു. ദൈവത്തിന് ആയിരം സ്തോത്രം ചെയ്യുകയാണ്. വചനം പ്രാർത്ഥിക്കുകയും ദൈവ അത്ഭുതം പ്രവർത്തിക്കുകയും ചെയ്തത് അതെന്റെ സാക്ഷ്യമായിട്ട് ഞാൻ പറയുന്നു. ആമേൻ. തീർച്ചയായിട്ടും വലിയ സാക്ഷ്യമാണത്. പറഞ്ഞ ഡോക്ടർമാരെ നോക്കിയിട്ട് പറഞ്ഞു ഇനി കുഞ്ഞുണ്ടാകാൻ ഒരു സാധ്യതയില്ല, ഒരു വഴിയില്ല എന്ന് പറഞ്ഞു. എന്നാലും വചനം വെച്ച് പ്രാർത്ഥിച്ചു. ഇന്ന് വാർത്ത കേട്ടു, കൺസീവ് ആയെന്ന് കേൾക്കാൻ ഇടയായി തീർന്നു. ദൈവത്തിന്റെ അത്ഭുതമാണ്. ഗോഡ് ബ്ലസ് യു. ഇനിയും ഇതുപോലെ വചനം വെച്ച് പ്രാർത്ഥിക്കുക, വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാൻ? പറഞ്ഞു. ഞാൻ ശ്വേത, എന്റെ മകൾക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രയർ റിക്വസ്റ്റ് ഇട്ടിരുന്നു വാട്സാപ്പില്. അവള് സെക്കൻഡ് ക്യാരിയിങ്ങിലായിരുന്നു. ഷുഗർ വളരെ കൂടുതലായിരുന്നു. അത് നോർമലായി. മരുന്ന് എടുക്കുന്നുണ്ടെങ്കിലും മരുന്ന് അവോയ്ഡ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകാനായിട്ടും കൂടെ പ്രത്യേകം പ്രാർത്ഥന ചോദിക്കുന്നു. എത്ര മരുന്ന് എടുത്തിട്ടും ഡൗൺ ആവുന്നില്ലായിരുന്നു, ഒട്ടും കുറയുന്നില്ലായിരുന്നു. എന്തായാലും വളരെ ആശ്വാസമുണ്ട്. പിന്നെ ഒരത്ഭുത സാക്ഷി കൊണ്ട് പറയട്ടെ. ഹലോ, സിഡ്നിയിൽ ഒരു തീപിടുത്തം ഉണ്ടായിരുന്നു ഇന്നലെ രാത്രി 2 മണിക്ക്. അപ്പോ ഇവരുടെ ഫ്ലാറ്റിലായിരുന്നു 230 ഫാമിലി താമസിക്കുന്ന ഫ്ലാറ്റാണ്. പക്ഷെ അവര് ഫയർ എക്സിറ്റിൽ കൂടിയൊക്കെ പുറത്തു വരേണ്ടി വന്നു. ആളപായമൊന്നും ഇല്ലാതെയും പിന്നെ നമ്മുടെ ഭാഗത്തേക്കൊന്നും ആകാതെയൊക്കെ കാത്തു. എന്തായാലും ദൈവത്തിന്റെ മക്കളെ കൺമണി പോലെ കാത്ത് പരിപാലിച്ചു. ഇതിനായിട്ട് ഇതെല്ലാം പ്രാർത്ഥനയുടെ അനുഗ്രഹമാണ്. ഒരു വ്യക്തിക്ക് വേണ്ടി, അതായത് ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ കോമൺ ആയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ പ്രാർത്ഥനയെല്ലാം ഞങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു എന്നുള്ളത് പറയട്ടെ. ദൈവം ആപത്തിൽ നിന്ന് രക്ഷിച്ചു. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. പറഞ്ഞ പോലെ തന്നെ കർത്താവ് വിടുവിച്ചതിന് നന്ദി. മകളെ തൊട്ടതിന് വലിയൊരു അനർത്ഥത്തിൽ നിന്ന് ദൈവം സൂക്ഷിച്ചിട്ട് നമ്മൾ പല വാർത്തകൾ കേൾക്കുന്നതാണ്. പക്ഷേ കർത്താവ് അവിടെ സൂക്ഷിച്ചു പരിപാലിച്ചു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. എന്തോ പറഞ്ഞു ബ്രദറെ, ഞാൻ ഒരു രണ്ടാഴ്ച മുമ്പ് എൻ്റെ മകൾക്ക് ഒരു അമേരിക്കൻ കമ്പനിയിൽ ഇന്റർവ്യൂ ഉണ്ട്, അതിന് പ്രാർത്ഥിക്കണം ബ്രദറെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരുന്നു. അപ്പൊ ബ്രദർ പറഞ്ഞിരുന്നു കിട്ടിയതായിട്ട് തന്നെ കരുതിക്കോളൂ, ദൈവം തരും എന്ന്. പ്രൈസുള്ള എന്തായാലും ജോലി കിട്ടി, തമ്പുരാന്റെ സഹായത്താൽ ജോലി കിട്ടി. അവള് ഇപ്പൊ 2 ദിവസമായിട്ട് ജോലിക്ക് പോകാൻ തുടങ്ങി. അതിന് നന്ദി, അതിന്റെ സാക്ഷ്യം. പിന്നെ ബ്രദറെ കുറച്ച് ആവശ്യങ്ങൾ കൂടി ഉണ്ട്. സൂം മീറ്റിങ്ങിൽ എല്ലാ ദിവസവും പറയാൻ പറ്റുന്നില്ല, അതുകൊണ്ട് കേൾക്കുന്നുണ്ട്, ഞങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് സൂം മീറ്റിങ്ങിൽ. കുറച്ച് കടബാധ്യതയുണ്ട്, ജപ്തി നടപടി നേരിടുകയാണ്. ഒരു 3 മാസം സാവകാശം കൂടി അവർ തന്നിട്ടുണ്ട്. ഒക്ടോബർ അവസാനം അത് തീരും. കുറച്ച് സ്ഥലം നമുക്ക് വിൽക്കാനുണ്ട്. ആ സ്ഥലം ഒന്ന് വിൽക്കാനായിട്ടുള്ള ഒരു സാഹചര്യം തമ്പുരാൻ ഒരുക്കി തരുന്നതിന് വേണ്ടി ബ്രദർ ഞങ്ങളുടെ ഒപ്പം ഞങ്ങൾക്ക് വിട്ടുന്ന് പ്രാർത്ഥിക്കണം. പിന്നെ കർത്താവ് അത് വഴി തുറക്കുവാൻ ശക്തനാണ്. തീർച്ചയായിട്ടും പ്രാർത്ഥിച്ചോണം എന്നൊക്കെ കർത്താവ് കേൾപ്പിച്ചു പോലെ നന്മ ദൈവം തുറന്നല്ലോ. അതോടൊപ്പം തന്നെ ദൈവം ഇനിയും വഴികളെ തുറക്കുവാൻ ശക്തനാണ്. വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്തെടുക്കും. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാൻ? പറഞ്ഞു. എന്റെ മോനെ 20-ാം തീയതി ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ് വിസ അടിച്ചു കിട്ടാനുള്ള. എന്നാ ഇന്നലെ വൈകിട്ട് വരെ അവൻ പറഞ്ഞു മമ്മി അത് കിട്ടുമെന്ന് തോന്നുന്നില്ലെന്ന്. ഞാൻ ബ്രദറിന് മെസ്സേജ് അയച്ചായിരുന്നു. അതുപോലെ ഞാനും നമ്മുടെ ഇന്നലത്തെ വൈകിട്ടത്തെ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചു. ഇന്നിപ്പം വിളിച്ചപ്പം പറഞ്ഞു മമ്മി വിസ അടിച്ചു കിട്ടിയെന്ന്. ദൈവത്തിന് 1000 സ്തോത്രം ചെയ്യുന്നു. ആമേൻ. തീർച്ചയായിട്ടും വലിയ സാക്ഷ്യമാണ്. അതിന്റെ ഡേറ്റ് കഴിഞ്ഞ അന്ന് തന്നെ ഭാരപ്പെട്ടു. പക്ഷേ കർത്താവ് അത് ലാസ്റ്റ് ടൈമിൽ തന്നെ വഴി തുറന്നു. ഞാൻ പറഞ്ഞത് നമ്മുടെ ഭാരപ്പെടുന്ന അല്ല, നമ്മുടെ ഭയത്തെയും ഭാരത്തേക്കാൾ വലിയവനാണ് ദൈവം. വഴി തുറന്നതിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാൻ? പറഞ്ഞു. കേൾക്കുന്നുണ്ട് സിസ്റ്റർ, പറഞ്ഞു. ഞാൻ ലാസ്റ്റിലാണ് ഞാൻ യൂട്യൂബിലാണ് കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് സ്കൂളിൽ കയറിയത്. വീട്ടിൽ വന്ന് സുഖമായിട്ടുള്ള യാത്രയായിരുന്നു. പിന്നെ
ദൈവം ഇത്രയും എന്നെ കുറിച്ച് നടത്തി കൊണ്ടുവന്ന് ദൈവത്തിന് നന്ദി പറയുന്നു. അതുപോലെ എനിക്ക് നല്ല കാൽമുട്ട് വേദന ഉണ്ടായിരുന്നു. കാൽമുട്ട് നല്ല വേദന ഇപ്പം അതുപോലെ എനിക്ക് വരാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെയുള്ള കർത്താവ് അല്പം പ്രവർത്തിക്കുന്ന ദൈവത്തിന് നന്ദി പറയുന്നു. ആമേൻ. കർത്താവ് അങ്ങ് സൗഖ്യമാക്കിയത് നന്ദി, അങ്ങ് ചെയ്ത അത്ഭുതത്തിന് നന്ദി, കർത്താവ് കൊടുത്ത വിടുതലുകൾക്കായി നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഹായ് പാസ്റ്റർ, പ്രൈസ് ദി ലോർഡ് പാസ്റ്റർ. പാസ്റ്റർ പറഞ്ഞോട്ടെ. പാസ്റ്റർ, ഇന്നലത്തെ ഒരു വചനം ഞാൻ ഏറ്റെടുത്തായിരുന്നു പാസ്റ്റർ. ഏലിയാവിനെ കാക്ക പോറ്റിയ അത് ആ വചനം ഞാൻ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു പാസ്റ്റർ. ഇന്നൊരു ലോൺ അടയ്ക്കാൻ എനിക്ക് സാമ്പത്തികം ഇല്ലായിരുന്നു. ഞാൻ രാവിലെ ടെൻഷനിൽ അടിച്ചു. അപ്പൊ രാവിലെ നമ്മുടെ വീടിന്റെ നമ്മൾ താമസിക്കുന്ന ഒരു പാറയാണ്, തൊടുപുഴയൊക്കെ പാറ. അതിന്റെ മുകളിലായിട്ടൊരു മരമുണ്ട് പാസ്റ്റർ. അവിടെ ഒരു കാക്ക ഇരുന്ന് കരഞ്ഞു. രാവിലെ എഴുന്നേറ്റ് ഈ വചനം ഞാൻ ഓർത്തപ്പോൾ ഓടിച്ചെന്ന് ഇച്ചിരി ചോറ് തലേദിവസം ഉണ്ടായിരുന്നു, അതെടുത്ത് അതിന് കൊണ്ടു കൊടുത്തു. കാണുന്നില്ല കാക്ക എവിടെ ഇരിക്കുന്നതെന്ന്, കരച്ചില് മാത്രമേ ഉള്ളൂ പാസ്റ്റർ. മുകളിൽ മരം മണ്ടേ അങ്ങ് പാറയിൽ ചെന്ന് ഞാൻ ഈ ചോറ് എടുത്തുകൊണ്ട് അവിടെ കൊണ്ടിട്ട് ഇട്ട് കൊടുത്തു. അത് കുറെ കഴിഞ്ഞപ്പോഴത്തേന് വന്ന് കൊത്തി തിന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ പ്രാർത്ഥിച്ചു. ഇന്ന് വരെ നമ്മുടെ പെരയുടെ വശത്തൊന്നും കാക്ക വന്നിട്ടില്ല. പക്ഷെ ഈ വചനം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ബ്രദറിന്റെ ഈ ഓരോ വചനങ്ങളിലും ഞങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ അതിന് അത്ഭുത അടയാളങ്ങൾ ഉണ്ടാകുന്നു പാസ്റ്റർ. അപ്പോൾ ഈ കാക്ക വന്നിരുന്നു. അപ്പൊ തന്നെ എനിക്കറിയാം വചനം ഏറ്റു. ഈശോപ്പച്ചൻ എന്നെ അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞ് ഞാൻ എല്ലാ ആഴ്ചയിലും വലിയ ഉപവാസം എടുത്ത് പ്രാർത്ഥനയ്ക്ക് ഞാൻ കോട്ടയത്ത് പോകായിരുന്നു പാസ്റ്റർ. 2 ആഴ്ചയായിട്ട് എനിക്ക് സാമ്പത്തികം 5 പൈസ പോലില്ല. അങ്ങനെ ഞാൻ കരഞ്ഞ് അപേക്ഷിച്ച് നടന്നപ്പോൾ ഇന്ന് എനിക്ക് ആരാ തരുന്നെന്ന് അങ്ങനെ പറഞ്ഞു ഞാൻ റോട്ടിലൂടെ നടന്നപ്പോൾ എനിക്ക് വഴിയിൽ നിന്ന് 150 രൂപ കിട്ടി പാസ്റ്റർ. അത് ഞാൻ എടുത്തു വെച്ചിരിക്കുവാണ് നാളത്തേന് പ്രാർത്ഥനയ്ക്ക് പോകാൻ വേണ്ടി. ഇത്രത്തോളം കരുതി ദൈവത്തിന് കൂടാനുകൂടി നന്ദി. ഈശോയുടെ നാമത്തിൽ തന്നെ ആമേൻ. നന്ദി. കർത്താവ് അങ്ങ് തുറന്ന വഴികൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. മറ്റാരെങ്കിലും ഒരാൾ കൂടെ സാക്ഷ്യം പറയാനുണ്ടോ? നമ്മൾ പ്രാർത്ഥന ഇപ്പോൾ ഇന്നത്തേക്ക് ക്ലോസ് ചെയ്യുവാണ്. മറ്റാരെങ്കിലും സാക്ഷ്യം പറയാനുണ്ടോ? ബ്രദർ, ഞാൻ ഇന്റർഫിയർ ചെയ്യുന്നതിൽ ക്ഷമിക്കണം. പിന്നെ UK ഒന്ന് കാണാൻ പറ്റുമോ? എനിക്ക് അഡ്രസ്സ് ഒന്നും അറിയത്തില്ല. ബ്രദറിന്റെ കാര്യങ്ങൾ അറിഞ്ഞാൽ കൊള്ളാം. തീർച്ചയായും നെക്സ്റ്റ് UK അഡ്രസ്സ് തരാം. ഞാനതിൻ്റെ ഇട്ടേക്കാം. ഒരു കാര്യം ചെയ്യും, എനിക്ക് വാട്സാപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഞാനതിൻ്റെ ഡീറ്റെയിൽസുകൾ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാം. ഞാൻ ഇന്ന് തന്നെ ഗ്രൂപ്പിലേക്ക് UK വേണ്ടി എന്ത് ചെയ്യാം, നമ്മുടെ മീറ്റിംഗ് UK വരുന്നുണ്ട്, UK ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസുകളൊക്കെ ഞാൻ പറയാം. ഞാനൊന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ മിസ്സായി, ഞാൻ തുടക്കത്തിൽ പറയേണ്ടതായിരുന്നു. നാളെ നമുക്കപ്പോൾ എല്ലാവരും ഇന്ന് പ്രാർത്ഥനയിൽ എല്ലാവരും ലെഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ അവസാന സമയമായതുകൊണ്ട്. അപ്പോൾ 1-2 കർത്താവ് കാണിച്ചില്ല കാര്യം 2 സ്ഥലങ്ങളെപ്പറ്റി ദൈവാത്മ കാണിച്ചിട്ടുണ്ട്. അത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി അത് ഞാൻ നാളെ പറയാം. അപ്പോൾ ഞാൻ ഇന്ന് UK ആൾക്കാർക്ക് ഞാനിപ്പോൾ ഗ്രൂപ്പിലേക്ക് നമ്മൾ ഇടുന്നുണ്ട് മെസ്സേജ്. അതിൽ അതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരാം. അപ്പോൾ UK കൂടുന്നവരുണ്ടെങ്കിൽ അതിനുവേണ്ടി സെപ്പറേറ്റ് നമ്മളെല്ലാം ഈ ദിവസങ്ങളിൽ ഗ്രൂപ്പുകളാക്കാൻ വേണ്ടി പോവാണ്. പല സ്ഥലങ്ങളിൽ നിന്ന് കൂടുന്നവരുണ്ട്, അവർക്കെല്ലാം വേണ്ടി മാറ്റുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ അതിൻ്റെ ഡീറ്റെയിൽസ് തരാൻ കേട്ടോ സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗ്രൂപ്പിൽ ജോയിൻ ആവുക. നമ്മളെല്ലാ ഡീറ്റെയിൽസും ഗ്രൂപ്പിലായിരിക്കും ഇടുന്നത്. ബ്രദറെ, എനിക്കൊന്നും വരുന്നില്ല. ഏത് ഗ്രൂപ്പാ ബ്രദറെ? എനിക്ക് ഒരു ഡീറ്റെയിൽസും വരുന്നില്ല. ഓക്കെ, നിങ്ങൾ ഗ്രൂപ്പ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥനാ സമയം എനിക്കൊന്ന് ഒരു ഗ്രൂപ്പ് ഫില്ലായി നിറഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥനാ സമയം എന്നുള്ളൊരു ഗ്രൂപ്പ് ഉണ്ട്. അതിൻ്റെ ലിങ്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഞാനത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. ഓക്കെ, ഞാൻ പറഞ്ഞില്ല, നാളെ ഞാൻ 2 കാര്യങ്ങളൊന്ന് ഓർപ്പിച്ചോണം. 2 കാര്യങ്ങൾ കർത്താവ് കാണിച്ചത് നിങ്ങളോട് പറയാനുണ്ട്. നാളെ ഞാനിത് ഷെയർ ചെയ്യുന്നതായിരിക്കും എല്ലാവരും ഉള്ളപ്പം. അപ്പോൾ അതുകൊണ്ട് നമുക്കത് ഡീറ്റെയിൽസ് ആയിട്ട് പറയാം. സിസ്റ്റർ, ആരെങ്കിലും ഗ്രൂപ്പിൻ്റെ ലിങ്ക് നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങളത് ഡീറ്റെയിൽ ചെയ്യുക. അതിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ അയച്ചു തരുന്നതായിരിക്കും. ഉണ്ടെങ്കിൽ ഇപ്പോൾ കൊടുക്കുക, അല്ലെങ്കിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നതായിരിക്കും. നമ്മൾ അതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നതായിരിക്കും. അതിൽ ജോയിൻ ചെയ്യുക. ഞാൻ ഇന്നാൾ എപ്പോഴും പറഞ്ഞു, ഒത്തിരി ആൾക്കാർക്ക് ഈ ലിങ്ക് മിസ്സാകുന്ന എനിക്ക് സങ്കടമുണ്ട്. കാര്യം നിങ്ങൾ ഇപ്പോൾ തന്നെ ഗ്രൂപ്പ് നമ്മൾ ഓൺ ആക്കിയപ്പോൾ കൊണ്ട് എത്രയോ പ്രെയർ റിക്വസ്റ്റുകളാണ് ഗ്രൂപ്പിൽ തന്നെ വന്നത്. അപ്പോൾ എന്നോട് പലരും പറഞ്ഞു, ബ്രദറെ ഞങ്ങൾക്ക് ഫോൺ യൂസ് ചെയ്യാൻ കാര്യം ഗ്രൂപ്പിൽ ആഡ് ചെയ്തേക്കുന്ന മെമ്പേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവർക്ക് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കുന്നതിനോട് പറഞ്ഞു. കുറേ പേര് ലെഫ്റ്റായി. വർഗീസ് ബദ് പറഞ്ഞ കുറേ ആൾക്കാർ ലെഫ്റ്റ് ആയിട്ടുണ്ട്. എന്നോട് പേഴ്സണലി മെസ്സേജ് അയച്ചു, ബ്രദറെ ഞങ്ങൾക്ക് തുരുതുരാ മെസ്സേജ് വരുവാണ്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇതിൻ്റെ അകത്ത് മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എനിക്ക് അതുകൊണ്ട് നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാമെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുറച്ച് എളുപ്പം എനിക്ക് ഗ്രൂപ്പിലേക്കാണ്. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ ഗ്രൂപ്പിലേക്ക് ജോയിൻ ആകുക. എപ്പോഴെപ്പോഴും ഞാൻ പറയുന്നത് വേറെ ഒന്നും കൊണ്ടൊന്നുമല്ല, അത് നിങ്ങൾക്ക് പലർക്കും പിന്നെയും ഡൗട്ടാണ്. ഇപ്പോഴും പറഞ്ഞ് കുറച്ച് മുമ്പൊക്കെ മെസ്സേജ് ലിങ്ക് വർക്കാകുന്നില്ല. അതിൻ്റെ കാരണം ഈ ടൈം ചേഞ്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ലിങ്കുകളുടെ വ്യത്യാസം വരുന്നതുകൊണ്ട് അത് ചിലപ്പോൾ വർക്കാകാതെ വരും. അതുകൊണ്ടാണ് നിങ്ങൾ ഗ്രൂപ്പിൽ ആടാൻ പറഞ്ഞത്. ഞാനിപ്പോൾ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. പുതുതായിട്ട് ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാനിപ്പോൾ പ്രാർത്ഥന ക്ലോസ് ചെയ്യാൻ വേണ്ടി പോവാണ്. നാളെ നമുക്ക് മറ്റ് സാക്ഷ്യമാണ് സിസ്റ്റർ.
അല്ല, ഒരിക്കലും പ്രാർത്ഥന സഹായിയാണ്. എൻ്റെ മകൾക്ക് വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ല. അവൾക്കൊരു ഫാലോപ്പിയൻ ട്യൂബിന് കംപ്ലൈന്റ് ഉണ്ട്, മുറിച്ച് നീക്കിയതാണ്. ഒരു ഫാലോപ്പിയൻ ട്യൂബേ ഉള്ളൂ. ഞാൻ കാനഡയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഒന്ന് അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഒരു ഉണ്ണി ഉണ്ടാകാനായിട്ട്. അവളുടെ പേര് ഹന്ന എന്നാണ്. തീർച്ചയായിട്ടും നമുക്കിന്ന് പ്രാർത്ഥിക്കുന്ന ഹന്നയുടെ ഉദരം ബൈബിളിൽ തുറന്നതുപോലെ തന്നെ കർത്താവ് പ്രിയമുള്ള ഉദരം തുറക്കും. നമ്മൾ ഈ ദിവസങ്ങളിൽ തലമുറയ്ക്ക് വേണ്ടി വായിക്കുന്ന വചനങ്ങളുണ്ട്, അതെല്ലാം ഗ്രൂപ്പിൽ എനിക്ക് വന്നൊക്കെ ആളുകൾ ഇടുന്നുണ്ടായിരുന്നു. സിസ്റ്ററെ, ആ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന തുടക്കത്തിൽ നമ്മൾ കേട്ടതുപോലെ തന്നെ ഒരു സഹോദരി സാക്ഷ്യം പറഞ്ഞ മെഡിക്കൽ സയൻസിന് ഇനി തലമുറ ഉണ്ടാകത്തില്ലെന്ന് വിധി പറഞ്ഞൊരു മകൾ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ച ഉദരത്തിൽ തലമുറ ഉണ്ടായ സാക്ഷി നമ്മൾ 5 മിനിറ്റ് മുമ്പ് കേട്ടു. ആ സാക്ഷി നിന്നുകൊണ്ട് അനുഗ്രഹിക്കുന്ന ഉദരം തുറന്നതിന് നന്ദി. അത്ഭുതകരമായൊരു തലമുറ ഉണ്ടായിരുന്നു, നന്ദി പറയുന്നു. അനുഗ്രഹിച്ചു വിടുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ഞാൻ തൽക്കാലത്തേക്ക് പ്രാർത്ഥന ഇപ്പോൾ ക്ലോസ് ചെയ്യുവാൻ എനിക്കറിയാം. നമുക്ക് ഈ സാക്ഷ്യം പറയുന്നത് എല്ലാവരും ഓർഡർ ആക്കണം, നിങ്ങൾ മിക്സ് ചെയ്ത് പറയുന്നത്. കാര്യം എല്ലാവർക്കും പറയണമെന്ന് ആഗ്രഹമുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ പറഞ്ഞു 1 മാസം എടുത്ത് അദ്ദേഹത്തിന് സാക്ഷ്യം പറയാൻ വേണ്ടി. അപ്പോൾ ഒത്തിരി ആൾക്കാർക്ക് ഇങ്ങനെ സാക്ഷ്യം പറയാൻ ബുദ്ധിമുട്ടുന്നവരുണ്ട്. അതുകൊണ്ട് നമുക്ക് എങ്ങനെയും ക്രമീകരണം ഇതിനകത്ത് ചെയ്യണം. കാര്യം ദൈവം ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ വർണ്ണിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിലെ ക്രമീകരണങ്ങൾ അത് ചെയ്യുവാൻ ഇടയായിത്തീരും. നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. ലൈവിൽ കാണുന്നവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റ് ബോക്സിലോ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ടാവും, അതിലൂടെ പ്രവേശിക്കുന്നതായിരിക്കും. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ, വലിയ പ്രവർത്തികളെ ചെയ്യും. സൂമിൽ പ്രാർത്ഥന അവസാനിച്ചിട്ടില്ല, ലൈവിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കിയിരിക്കുന്നു. ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്തു കഴിഞ്ഞ് കേട്ട വചനം വീണ്ടും 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 കേട്ട് ഫീഡ് ചെയ്യുക, മനസ്സിലേക്ക് അത് ഫീഡ് ചെയ്യുക, ഇൻഫർമേഷൻ കൊടുക്കുക. നിങ്ങളുടെ ബുദ്ധിമണ്ഡലങ്ങളെ തുറക്കുന്ന ദൈവശക്തിയുടെ വ്യാപാരം ഉണ്ടാകും, അത്ഭുതം ഉണ്ടാകും. ലൈവിൽ കാണുന്നവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന. നാളെ നമുക്ക് വീണ്ടും ഒരുമിച്ച് കൂടാം. കർത്താവ് കൂടെ ഉള്ളത് കൊണ്ട് തകർന്നു പോകും.